അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹത്തിൽ നിന്ന് പിരിഞ്ഞുപോയവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്ന മക്കളില്ലാത്തവരെ, ഒത്തിരി അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ട് ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ, അവരൊറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടകമ്പോളങ്ങളും വരുമാന മാർഗം മുട്ടിപ്പോയ മക്കളുണ്ട്.
അവർക്ക് ഈ ആശീർവാദത്തിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിന് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കൃപാസനം അൾത്താരെ ഇവനോടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ കുടുംബത്തെ വരുമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിയമാവർത്തനം 5:7 ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈ നമ്മൾ കേൾക്കുമ്പോൾ ഇത് എപ്പോഴും കേട്ടിട്ടുള്ളതെല്ലാം ചോദിച്ചാൽ നിങ്ങൾ തള്ളിക്കളയും. പക്ഷേ അതർ ഗോഡ് ഇത് മറ്റൊരു ദൈവം. ഈ മറ്റൊരു ദൈവം ആരാണെന്നറിയാവോ? ഈ മറ്റൊരു ദൈവം ചിലപ്പോൾ അങ്കിളാവും, ചിലപ്പോൾ ആൻറ്റി ആവും, അപ്പം ചിലപ്പോൾ നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആവും, അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനമാവും, അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പാവും, പൊന്നാവും. ഈ അതർ ഗോഡെന്നുള്ള സംഭവം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ അനുഗ്രഹത്തെ ഡിവൈഡഡ് അവലംബങ്ങൾ, വിഭജിതമായിട്ടുള്ള അവലംബങ്ങൾ, അത് എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഗ്രഹത്തെ കാര്യം അങ്ങനെ സാധ്യമല്ല. അതാണ് വിഷയം. വിഭജിച്ച അവലംബങ്ങൾ എന്തുകൊണ്ട് സാധ്യമല്ലെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ലവണ്ണം പഠിക്കുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, അങ്ങനെയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരു ഫോർമുലയാണ്. അതെന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എഫെസ്യസ് 2:8 നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ ആൻറ്റി നിങ്ങൾ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്നു. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ പറയാം, നിങ്ങൾ പഠിച്ചു വാ, മാം പഠിച്ചു വാ. അമ്മയും പറയും, അങ്കിൾ കൊണ്ടുപോകുകയെ, മാം പഠിച്ചു വാ, ആൻറ്റി കൊണ്ടുപോകുകയെ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ഈ അങ്കിളും ആൻറ്റിയും അറിയാതെ അതർ ഗോഡാവും. അപ്പം നിങ്ങൾ അവരോട് ഇപ്പം അങ്കിളും ആൻറ്റിയും വിരുന്നിന് വല്ല ഫോറിൻ രാജ്യങ്ങളിലൊക്കെ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ ചിലപ്പോൾ അന്ന് കുടുംബ പ്രാർത്ഥന പോലും ഉണ്ടാകത്തില്ല. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പാചക വിധികളും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടവരല്ലേ, പോയി രക്ഷപ്പെടുത്തേണ്ടവരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ ഞായറാഴ്ച കുർബാനയും പോകും. ഇവരെല്ലാം നമ്മളറിയാതെ ഒരു അതർ ഗോഡായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. പക്ഷേ കുഞ്ഞുങ്ങളെ ജോലിക്ക് പോകേണ്ട സമയമാകുമ്പോൾ ഒന്നെങ്കിൽ അങ്കിള് കല്യാണം കഴിച്ച് കാണും, ആൻറ്റി കല്യാണം കഴിച്ച് കാണും. അങ്ങനെ വരുമ്പോൾ അവർക്ക് നിങ്ങളെ പറഞ്ഞ പോലെ സഹായിക്കാൻ പറ്റുമെന്ന് വരുന്നില്ല. പല ആൾക്കാരിങ്ങനെ വെള്ളത്തിൽ കിടന്ന് നീന്തണേണ്ട കാര്യം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യന്മാരിൽ അഭയം പ്രാപിച്ചത് കൊണ്ടാണ്. അതാണ് അതർ ഗോഡെന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പം അതർ ഗോഡ് എന്തുവാകാം, നമ്മളെപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒപ്പമെങ്കിലും അവലംബം വേറെ വല്ല സ്ഥാപനജംഗ വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ കൊടുക്കുന്നുണ്ടോ എന്ന്, എങ്കിൽ അവരെ കൊണ്ട് നാളെ നമുക്ക് സങ്കടം വരാൻ സാധ്യതയുണ്ട്. തന്നെയല്ല ഈ ദൈവമായിട്ട് റിലേഷൻ പിന്നെ ഒരിക്കലും ശരിയാകത്തില്ല. ദൈവം ഒരിക്കലും അതുകൊണ്ട് എപ്പോഴും പറയുമേ, നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ നീ ഒരിക്കലും സേവിക്കരുതെന്ന് പറയും. അതാണ് നിൻ്റെ വിഭജിത ഹൃദയം. നിൻ്റെ ദൈവമായ കർത്താവിനെ വിഭജിത ഹൃദയത്തോടെ ഒരിക്കലും നീ സേവിക്കരുത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ അങ്ങനെ വചനമുണ്ടാ? വചനമില്ല, പക്ഷേ അതിൻ്റെ അർത്ഥം കിട്ടുന്ന വചനമുണ്ട്. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ. മർക്കോസ് 12:30 നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും
പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ. എല്ലാം പൂർണ്ണമാണേ, അവിടെ ഒന്നും ഭാഗികമില്ല. നിങ്ങൾ ദൈവം പാതി മനുഷ്യൻ പാതി എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ വലിയ പഴഞ്ചൊല്ലാണ്. അതൊന്നുമല്ല. ദൈവത്തിൽ വിശ്വസിച്ച് പോകുന്ന ആൾക്കാര് പ്രിൻസിപ്പിൾ ഡിപ്പെൻഡൻസ് ദൈവത്തിൽ തന്നെ കൊടുക്കണം. കാര്യം എന്താണ്? മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളിലും ദൈവം തിരുമനസ്സായാലാണ് വർക്കൗട്ട് ചെയ്യണത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും അവിടുത്തെ വത്സലസുതനായ ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ സിസ്റ്റർ ബീന ഫബിയാൻ, വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ. ഞാനൊരു മിഷണറിയായി ആഫ്രിക്കയിൽ തൻസാനിയ എന്ന കൺട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴവിടുന്ന് കെനിയയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തത് മാർച്ച് 19 2025 ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്നത് എനിക്കൊട്ടും നടക്കാൻ വയ്യാതെയാണ്. കാലിൻ്റെ മുട്ടിന് നീരും കാല് മൊത്തം നീരുമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ അവിടെ വെച്ച് സിസ്റ്റേഴ്സ് എന്നെ ചെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയില്ല. കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു ചിലപ്പോൾ തന്നെ അനുവദിക്കില്ല, മുകളിൽ കയറണമെന്ന്. എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ മുകളിലൊന്ന് കയറ്റി ഉടമ്പടി എടുപ്പിക്കാമോ? ഞാൻ മുകളിൽ കയറി ചെന്നു, ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ അപേക്ഷ, അമ്മ ഈശോയുടെ തിരുമനസ് നിറവേറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ, അതായിരുന്നു വെച്ചത്. പിന്നെ ഞാൻ പറയും, അമ്മ എനിക്ക് ഈശോയുടെ കാല് പുറത്തൊരു കാല് വേണം, എനിക്ക് ഇനിയും ഒത്തിരി മിഷണറിയായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചെറിയ ചെറിയ നിയോഗങ്ങൾ, എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഉടമ്പടി വെച്ചിരുന്നത്. ഇവിടുന്ന് പോയി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരുവിധം നടക്കാം, ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ എനിക്ക് നടക്കാൻ എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് വേണ്ടി അമ്മ ഒത്തിരി മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. വീണ്ടും ഞാൻ അവിടെ ചെന്നത് ജൂണിലാണ്. ജൂണിൽ ചെന്ന് കഴിഞ്ഞൊരു സെപ്റ്റംബർ ആയപ്പോൾ എൻ്റെ ഇടത് കൈക്ക് ഇവിടെ മൊത്തം നീര് വന്നു. അതുപോലെ ഇവിടെ ഒരു ചെറിയ മുഴയും എന്ന് പറഞ്ഞു. ഞാനോർത്തു ഇതെന്താ ഇനിയും എനിക്കൊരു പരീക്ഷണമാണോ? ഏതായാലും ഞാൻ ഉടമ്പടിയിലാണെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മദർ ജനറൽ അവിടെ വിസിറ്റിന് വന്നിരുന്നു. മദർ പറഞ്ഞു അവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തു. പിന്നെ CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞ് CT സ്കാൻ എടുത്തപ്പോൾ അവർക്കൊരു ചെറിയ ഡൗട്ട്, ഈ ഇടത്തുവശത്ത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം പോലെ. അവർ ആ റിപ്പോർട്ട് കാണിച്ചപ്പോഴും മദർ എന്നോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോര്. എനിക്കൊരു മിഷണറിയായിട്ട് ജീവിക്കണം. പക്ഷെ തിരിച്ചു പോരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു മടിയും കാണിച്ചില്ല, ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ എന്നോട് സിസ്റ്റേഴ്സ് ചോദിച്ചു, തനിക്കിനി റിട്ടേൺ ടിക്കറ്റ് എടുക്കണോ? ഞാൻ പറഞ്ഞു വേണ്ട. ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് എങ്ങനെ റിപ്പോർട്ട് തിരിച്ചു വരാൻ പറ്റും? ഞാനിവിടെ വരുന്ന വഴി മദറുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. മദറിനോട് ഞാൻ വണ്ടിയിൽ വെച്ച് പറഞ്ഞു, മദർ ഞാനിപ്പോൾ ജനറലേറ്റോട്ട് വരുന്നില്ല, നേരെ കൃപാസനത്തിലോട്ടാണ് പോകുന്നത്. മദർ പറഞ്ഞു അത് വേണ്ട, താൻ വീട്ടിൽ ഒന്ന് കാപ്പി കുടിച്ച് ഫ്രഷായിട്ട് കൃപാസനത്തിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അതിനെതിരൊന്നും പറഞ്ഞില്ല. നേരെ മഠത്തിലേക്ക് പോയി ആലപ്പുഴ ജനറലേറ്ററിലോട്ട് പോയി. അവിടെ ചെന്ന് ഫ്രഷായപ്പോഴും അത് തന്നെ ചോദിച്ചു, താൻ കൃപാസനത്തിൽ പോകുന്നില്ലടോ എന്ന്. ഞാനങ്ങനെ കൃപാസനത്തിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. 29 സെപ്റ്റംബർ 2025 ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു കാര്യമാണ്, അമ്മേ ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ ഇഷ്ടം എന്താണോ അത് മാത്രം മതി. പിന്നെ എനിക്ക് സൂചി പോലും പേടിയാണമേ, എൻ്റെ ശരീരം വെട്ടിമുറിക്കാൻ അമ്മ അനുവദിക്കുമോ? ഇതായിരുന്നു ഞാൻ വെച്ച പ്രധാനപ്പെട്ട ഉടമ്പടിയിൽ. പിന്നെ എൻ്റെ സഹോദരിമാരുടെ മക്കൾക്ക് നേഴ്സിംഗ് പഠിച്ചിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. ജോലിയിലൊക്കെ ചില കാര്യങ്ങൾ വന്നു, അതൊക്കെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മദർ എന്നോട് പറഞ്ഞു, താൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ലേക്ക് ഷോറിലേക്ക് എന്നെ അയച്ചു. ലേക്ക് ഷോറിൽ ചെന്ന് എൻ്റെ റിപ്പോർട്ട് ഞാൻ കാണിച്ചു. തൻസാനിയയിലെ റിപ്പോർട്ട് കാണിച്ചപ്പോൾ അവർക്കൊക്കെ ഒരു ഡൗട്ട്, ഇതെന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരെന്നെ മെമ്മോഗ്രാഫി ഇട്ടു. പിന്നെ മറ്റുള്ള എല്ലാ ടെസ്റ്റും നടത്തി.
അവർ പറഞ്ഞ സിസ്റ്ററിന് ഒരു അസുഖവുമില്ല. ആരാ പറഞ്ഞ സിസ്റ്ററിന് അസുഖമുണ്ടെന്ന്? ഞാനങ്ങനെ അത് കേട്ടു. അവർ ഒത്തിരി ടെസ്റ്റ് ചെയ്തു. കാരണം ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന റിപ്പോർട്ടാണ്, അവർക്ക് ചെറുതായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. എവിടെ ചെന്നിട്ടും ഒരു പ്രശ്നവുമില്ല, സിസ്റ്ററിന് സുഖമായിട്ട് ഇനി തിരിച്ചു പോകാം, ഒരു കുഴപ്പവുമില്ല, സിസ്റ്ററിന് ഒരു അസുഖവുമില്ല എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അവർക്ക് ഡൗട്ട്, ഇങ്ങനെ ഒരു ചെറിയ ഇത് വന്നതുകൊണ്ട് ഇനി വല്ല ചെസ്റ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ. അവരെന്നെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്? സിസ്റ്ററിന് ഒരു അസുഖവും ഇല്ലല്ലോ, സിസ്റ്റർ പോയിക്കൊള്ളു. അങ്ങനെ എന്നോട് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായത് കേട്ടപ്പോഴും. അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. എനിക്കറിയാം എൻ്റെ ഈശോ എന്നെ കൈവിടില്ല, എൻ്റെ അമ്മേൻ്റെ കൂടെയുള്ളപ്പോൾ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഉടമ്പടി എടുക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഉടമ്പടിയിലൂടെ ഞാൻ ഈശോയിലോട്ടാണ് കൂടുതൽ അടുക്കുന്നത്. എനിക്കറിയാം ഒത്തിരിയേറെ യുവതിയുവാക്കൾ പള്ളിയിലൊന്നും പോകാത്തവർ ഇപ്പോഴൊത്തിരിയേറെ പള്ളിയിൽ പോകുന്നവരാണ്. കുർബാനയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോ വിശുദ്ധ കുർബാനയിലേക്ക് അവരെ അടുപ്പിക്കുകയാണ്. മദ്യപാനം ചെയ്യരുതെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞാലും കേൾക്കാത്തവർ ഉടമ്പടി എടുക്കുമ്പോൾ മദ്യപാനത്തിൽ നിന്ന് മാറുകയാണ്. വിശുദ്ധ ഗ്രന്ഥം വായിച്ച് അവർ ഈശോയിലോട്ട് അടുക്കുകയാണ്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ഈശോയിലേക്ക് അടുക്കുകയാണ്. മാതാവ് ഒരു വഴി മാത്രമാണ്. ഈശോയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഉടമ്പടിക്കുള്ളതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈശോയിലേക്ക് കൊണ്ടുവരിക, ഈശോയുടെ പ്രവൃത്തികൾ ചെയ്യുക. ഇതിനെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഒരിക്കലൊരു ആഫ്രിക്കയിൽ തന്നെ ഒരു വീട്ടിൽ ചെന്നപ്പോഴവിടെ ഒരു വീടില്ല, ഒരു മനുഷ്യൻ അവിടെ നിന്ന് മുറ്റം തൂക്കുന്നു. ഞാൻ ചോദിച്ച്, സഹോദരൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ അയാൾ കാണിച്ചു, ഇതാണ് വീട്. കണ്ടാൽ നമുക്ക് സഹിക്കില്ല. 2-3 കമ്പുകൾ നിരത്തി വെച്ച് അതിലാണ് ആ അപ്പനും മകനും കിടക്കുന്നത്. വാതിലൊന്നുമില്ല, വെറുതെ പുല്ല് കൊണ്ട് കുറച്ച് സ്ഥലം മേഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അവിടെ കയറിയപ്പോൾ കരഞ്ഞുപോയി. നമ്മളൊക്കെ എത്രയോ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഞാൻ പറഞ്ഞു, സഹോദരൻ ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എൻ്റെ കയ്യിൽ ഞാൻ കൂട്ടി വെച്ച അല്പം പൈസ ഉണ്ടായിരുന്നു. ഞാൻ അവരെ പണിക്കാരെ വിളിച്ചിട്ട് അവിടെ എൻ്റെ ഫൗണ്ടേഷൻ കുഴിക്കാൻ പറഞ്ഞു. കുഴിച്ച ശേഷം അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് 2-3 പേര് ഇങ്ങോട്ട് തന്നെ വന്ന് പറയുകയാണ്, സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ എത്രയാണ് വേണ്ടത് സിസ്റ്ററിന് വേണ്ടത്. അവർ എന്നെ സഹായിച്ചു. ദൈവാനുഗ്രഹത്താൽ നല്ലൊരു വീട് പണിയാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ ആഫ്രിക്കയിലെ വിദ്യാഭ്യാസം ഒട്ടും തന്നെയില്ല. നിങ്ങൾക്കറിയാവുന്ന സ്ഥലമാണ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് 1075 കിലോമീറ്റർ ദൂരത്തിലും ടൗണിൽ നിന്ന് 75 കിലോമീറ്റർ ദൂരത്തിലും ഉള്ള ഒരു ചെറിയ വില്ലേജിലാണ് താമസിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് സാധനത്തിനും നമ്മൾ ടൗണിൽ പോകണം. രാവിലെ 6 മണിക്ക് കയറിയാൽ വൈകുന്നേരം 6 മണിക്കാണ് തിരിച്ചെത്തുക. അത്രയും ദൂരം. അവിടെയൊക്കെ വിദ്യാഭ്യാസം വളരെ ചുരുക്കമാണ്. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതെ തെണ്ടി നടക്കുന്നത് കാണാം. ഞാൻ അവരുടെ വീടുകളിലൊക്കെ ചെന്നിട്ട് ആ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുവരും. സ്കൂളിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് അവർക്ക് വേണ്ടി ആരെങ്കിലും മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കും. കാരണം എന്നും നമുക്ക് സഹായിക്കാനാവില്ല. അപ്പോൾ ആരെങ്കിലും മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ സഹായിപ്പിക്കും. അങ്ങനെ ഇപ്പം ഞാൻ ജൂണിൽ പോയതിന് ശേഷം ഒരു 10 കുട്ടികളെ കൊണ്ടുവന്നു. ഏകദേശം 100 കുട്ടികൾ കൂടുതൽ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് അവിടെ ചോറൊന്നും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചോറ് കഴിക്കാനുള്ള പൈസയൊന്നുമില്ല. അതുകൊണ്ട് സ്കൂളിൽ 2-3 പ്രാവശ്യം ഇപ്പം ഞാൻ പോയി കഴിഞ്ഞ് 2-3 പ്രാവശ്യം അവർക്ക് ചോറ് കൊടുത്തു, ഇറച്ചിക്കറി. അവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതുപോലെ ഒരു സ്ത്രീകളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഗ്രൂപ്പ് അവരെ വിളിച്ചിട്ട് അവർക്കും ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. ഇതെല്ലാം മറ്റുള്ളവരുടെ സഹായത്താലാണ്. ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാൻ. പക്ഷേ എനിക്ക് അമ്മ ഈശോ വഴി എനിക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ആതിര ബിനു, ഇതെൻ്റെ ചേച്ചി ആർഷ ബിനു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ടാണ്. ഓഗസ്റ്റ് 17, 2024 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ ഹയർ സ്റ്റഡീസ് ആയിരുന്നു. ഞാൻ BSW ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ന്യൂസിലൻഡിലേക്ക് ചേച്ചിയോടൊപ്പം, ചേച്ചി എന്നെ സ്പോൺസർ ചെയ്ത് 2024 ജൂണിൽ തന്നെ ഞാൻ പോയിരുന്നു. അതിനുശേഷം അവിടെ ചെന്ന് ഞാൻ ജോലിക്ക് കുറേ ട്രൈ ചെയ്തു. എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അവിടെ ഓരോ ഓർഗനൈസേഷനിൽ വേക്കൻസി വരുമെങ്കിലും അവിടുന്ന് അവർ ആപ്ലിക്കൻസ് കൂടുതലാണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചി അവിടെ തന്നെ പഠിച്ചതുകൊണ്ട് ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഒരു ഏജൻസിയെ സമീപിച്ചു. ഏജൻസി അവരവരുടെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യത്തെ റിക്വയർമെൻ്റ് ആണ്
PT നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിച്ച് ഞാൻ PT ഞാൻ എഴുതി, ഞാൻ പാസ്സായി. അതിനുശേഷം എനിക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. ആ കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അതുവരെയുള്ള പ്രോസസ്സ് എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്നു. പിന്നീട് അങ്ങോട്ട് എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും പല ആളുകളുടെ ഫോണിൽ നിന്ന് ഞാൻ ലോഗിൻ ചെയ്ത് ഉടമ്പടി എടുക്കുമായിരുന്നു. ആദ്യം എൻ്റെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒത്തിരി തടസ്സം വന്നു. ഏജൻസിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സിലൊന്നും അവർ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവർ പറഞ്ഞു, ഇത് വെച്ചിട്ട് വിസ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ട, 1% പോലും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ ഒത്തിരി പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഡൗൺ ആകുമായിരുന്നു. എങ്കിലും എൻ്റെ പേരൻസും എൻ്റെ സഹോദരങ്ങളും എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഡൗൺ ആകണ്ട, പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോവുക എന്ന് തന്നെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും നന്നായി ചെയ്ത് മുന്നോട്ട് പോയി. അതിനുശേഷം ഒത്തിരി നാളായിട്ടും എനിക്ക് ഇൻ്റർവ്യൂ വരുന്നില്ലായിരുന്നു. ഞാൻ ജൂലൈ ഇൻടേക്കിലാണ് ന്യൂസിലൻഡിലേക്ക് പോകാനിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ന്യൂസിലൻഡിൽ നിന്ന് വന്നതാണ് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട്. അപ്പോൾ എനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. എനിക്ക് ആദ്യം അവിടുന്ന് ഇൻ്റർവ്യൂ കിട്ടണം. അതിനെനിക്ക് ഇൻ്റർവ്യൂ വരുന്നില്ല. ഞാൻ ഒത്തിരി അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് തിരിച്ചിവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തായിരുന്നു. അത് ഏപ്രിൽ 10 ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, വിസ ഇമിഗ്രേഷനുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഇമിഗ്രേഷനിൽ നിന്ന് ഇവിടെ വന്ന് കൃപാസനത്തിൽ എനിക്ക് തടസ്സങ്ങളുണ്ടായപ്പോൾ ഞാൻ ഇവിടെ വന്നു. കൃപാസനത്തിൽ തിരിച്ച് ഞാൻ വന്നു. അപ്പോൾ എന്നോട് ഞാൻ ഒരച്ഛനെ, എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം 2 പുതുക്കൽ ഇല്ലാതെ ജോസഫ് അച്ഛനെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെയുള്ള വേറൊരച്ഛനെ ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അടുത്ത ആഴ്ച എനിക്ക് ന്യൂസിലൻഡിലേക്ക് പോകേണ്ടതാണ്. ജൂലൈ 7 എൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, വിസ വരുമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ പ്രത്യാശയോടുകൂടി ഞാൻ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും ഞാൻ കുരിശ് വരച്ചും ഉപ്പിട്ടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നോക്കിയിരുന്ന് എനിക്ക് വിസയൊന്നും വരുന്നില്ല. ഇമിഗ്രേഷനിൽ നിന്ന് ഒരറിയിപ്പും എനിക്കില്ല. അപ്പോൾ എൻ്റെ 2 സഹോദരങ്ങളും ന്യൂസിലൻഡിലാണ്, എൻ്റെ 2 ചേച്ചിമാർ. അവർ 2 പേരും ഇമിഗ്രേഷനെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് അണ്ടർ അസസ്മെൻറ്റിലാണ്, കൂടുതലായിട്ട് അവർക്കൊന്നും പറയാനില്ല. അപ്പം മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇനി എന്നാ ചെയ്യണമെന്നറിയത്തില്ല. അപ്പം ഞാൻ ഏജൻസി പറഞ്ഞതനുസരിച്ച് ഞാൻ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നില്ല യൂണിവേഴ്സിറ്റി പഠിക്കാനുള്ള. അവർ പറഞ്ഞു വിസ വന്നിട്ട് അടച്ചാൽ മതി എന്നുള്ള കാര്യം കൊണ്ട് ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തടസ്സമായിരുന്നു. ഏജൻസിക്ക് ഒട്ടും എൻ്റെ കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നത് കൊണ്ട് അവരെല്ലാം ലാഗ് ആക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, കിട്ടുമെന്ന് ഉറപ്പില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും ഞാൻ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പം ജൂലൈ 7 എനിക്ക് ന്യൂസിലൻഡ് ഇമിഗ്രേഷനിൽ നിന്ന് കോള് വന്നു. അങ്ങനെ 7:30 ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ ഓക്കെ ആയിരുന്നു, പാസ്സായെന്ന് അവരെന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവസാനം എനിക്ക് മെയിൽ വന്നു, ഇനി ആതിരയ്ക്ക് ഇവിടെ പഠിക്കാൻ പറ്റില്ല, ആതിരേനെ ഡെഫർ ചെയ്യുവാണ്. 2026 ഇൻടേക്കിലേക്ക് ആതിരയ്ക്ക് ഇനി വരാൻ പറ്റുള്ളൂ. ആതിരയുടെ ഓഫർ ലെറ്റർ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഒത്തിരി ഞാൻ വിഷമിച്ചു. അപ്പം എൻ്റെ 2 ചേച്ചിമാരും കൂടെ ഇടപെട്ട് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റായിട്ട് പോയി. മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റായിട്ട് പോയി അവരോട് ചോദിച്ചു, ഫീസ് അടച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവരൊരിക്കലും സമ്മതിക്കില്ല, പക്ഷെ അവർ സമ്മതിച്ചു, ഫീസ് അടച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഫീസ് അടച്ച് അവരെനിക്ക് 2 ആഴ്ച കൂടി നീട്ടി തന്നു. അങ്ങനെ ആ 2 ആഴ്ചയും കടന്നു പോയി. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു. കാരണം ആ സമയം ഇൻടേക്കിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഉള്ള ഒരു ദിവസം നോക്കി ടിക്കറ്റ് എടുത്തു. അവരെനിക്ക് ഒരു ഡെഡ് ലൈനും തന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ജൂലൈ 21 എത്തിയില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് ഇൻടേക്ക്, അതായത് 2026 ഫെബ്രുവരി ഇൻടേക്കിന് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒത്തിരി ഞാൻ വിഷമിച്ചു. അങ്ങനെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മാതാവിൻ്റെ സുഗന്ധാഭിഷേകമൊക്കെ എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കൂടുതൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോയി, എനിക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ എൻ്റെ മനസ്സിൽ നെതർലൻഡ്സ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. എങ്കിലും ചിലപ്പോൾ മാതാവ് അതായിരിക്കും എനിക്ക് വെച്ചേക്കുന്നതെന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിചാരിച്ചു, ഇത്രയും ലേറ്റ് ആയപ്പോൾ. അത് കഴിഞ്ഞ് ജൂലൈ 17 രാവിലെ ഞാൻ അവിടുന്ന് ന്യൂസിലൻഡ് ഇമിഗ്രേഷനിൽ നിന്ന് എൻ്റെ മൂത്ത ചേച്ചിയെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അതായത് എൻ്റെ ലിവിങ് എക്സ്പെൻസ് കൂടി കാണിച്ചാലേ അത് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ 10 ലക്ഷം രൂപ വേണം. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ന്യൂസിലൻഡിൽ
ഉച്ചയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചേച്ചി കുറേ ആളുകളോട് കൂടിയൊക്കെ അന്വേഷിച്ചു, ചോദിച്ചവരെല്ലാം സഹായിച്ചു. അങ്ങനെ ചേച്ചി പൈസയെല്ലാം കിട്ടിയിട്ട് ചേച്ചി എൻ്റെ ലിവിങ് എക്സ്പെൻസ് കാണിച്ചു. അപ്പം തന്നെ അവർ ചേച്ചിക്ക് റിപ്ലൈ കൊടുത്തു. ഞാൻ ഈ സമയത്ത് പള്ളിയിൽ പോയേക്കുമായിരുന്നു. പള്ളിയിൽ പോയി ഞാൻ തിരിച്ചു വന്ന് ഞാൻ ന്യൂസിലൻഡ് ചേച്ചിയുടെ ഇമിഗ്രേഷനിൽ നിന്ന് അവർ സമീപിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വിസ വന്നു എന്ന് പറഞ്ഞ് ഏജൻസിക്കാരെന്നെ വിളിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ മുന്നിൽ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ദിവസം എനിക്ക് വിസ വന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ടിക്കറ്റ്, പിറ്റേ ദിവസത്തേക്കുള്ള ടിക്കറ്റ് എനിക്ക് ക്യാൻസൽ ചെയ്യണം, എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അവസാനത്തെ ഒരു ചാൻസ് ആയിരുന്നു ആ ദിവസം എന്ന് പറയുന്നത്. അന്ന് രാവിലെയോടുകൂടി തന്നെ എനിക്ക് വിസ വന്നു. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോയി. ഞാൻ അവിടെ എത്തി. എൻ്റെ സഹോദരങ്ങൾ എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എന്നും കാണുമായിരുന്നു, സ്റ്റാറ്റസ് ഇടുമായിരുന്നു, ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ഒരു ആളിനെ പോലും ഞാൻ സഹായിക്കാതെ വിട്ടിട്ടില്ല. എല്ലാവരെയും ഞാൻ സഹായിക്കുമായിരുന്നു. എല്ലാവരോടും ഞാൻ കാരുണ്യത്തോടു കൂടി ഞാൻ എല്ലാവരോടും സമീപിക്കുമായിരുന്നു. എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഞാനത് മുടക്കിയിട്ടില്ല. പുതിയ നിയമം ഞാൻ മുഴുവൻ വായിച്ചു തീർത്തു. പഴയ നിയമത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നു. പണ്ടൊക്കെ സങ്കീർത്തനം മാത്രം വായിക്കുക, അത് എളുപ്പമാണല്ലോ, ആ രീതിയിലായിരുന്നു ഞാൻ പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒത്തിരി മാറി ഞാൻ ബൈബിൾ വായിക്കാനും എന്നും മുടങ്ങാതെ കൊന്തയൊല്ലാനും അങ്ങനെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരിയേറെ വളർച്ചയുണ്ടായി. എൻ്റെ പേര് ആർഷ ബെനു. ഞാൻ കഴിഞ്ഞ 11 വർഷമായിട്ട് ന്യൂസിലാൻഡിൽ താമസിക്കുകയാണ്. അവിടുത്തെ സെൻറ്റ് മേരീസ് സീറോ മലബാർ വെല്ലിംഗ്ടണിലെ ഒരു ഇടവക അംഗമാണ് ഞാൻ സെപ്റ്റംബർ 1, 2024 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ എനിക്ക് കുറച്ച് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഉടമ്പടി എടുക്കുന്നതിനുള്ള മെയിൻ റീസൺ എനിക്ക് IELTS എക്സാം പാസ്സാകണമായിരുന്നു. ഞാൻ ആ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഓൾറെഡി 8 തവണ IELTS എഴുതിയിട്ടുണ്ടായിരുന്നു 2 വർഷങ്ങൾക്കുള്ളിലായിട്ട്. ഞാനത് എൻ്റെ ഒരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ആവശ്യമായിട്ടായിരുന്നു IELTS എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് എപ്പോഴും ഒരു മൊഡ്യൂളിന് മാത്രം സ്കോർ, ബാക്കി എല്ലാ മൊഡ്യൂളിനും എനിക്ക് വേണ്ടതിൽ കൂടുതൽ നല്ല സ്കോർ കിട്ടുന്നുണ്ടായിരുന്നു. 7 and above 8 ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ റീഡിംഗ് എന്ന് പറയുന്നൊരു മൊഡ്യൂൾ മാത്രം എന്തോ ഒരു കാരണത്താൽ എനിക്ക് 0.5 എപ്പോഴും അതിലെനിക്ക് ആ സ്കോർ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സ്കോർ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഈ അനിയത്തി എന്നോട് ചേച്ചി ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയം തന്നെ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളും എന്നെ ഈ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്ന ഒരാളും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ഇനി IELTS എഴുതണ്ട, OET എഴുതി നോക്ക്, പെട്ടെന്ന് കിട്ടും, പാസ്സാകും, ഇത്രയും നിങ്ങൾ ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഒരാളാണല്ലോ എന്ന്. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സ് അതിനെന്നെ അനുവദിച്ചില്ല. ഞാൻ 2-3 പ്രാവശ്യം OETക്ക് ഡേറ്റ് എടുക്കാനൊക്കെ നോക്കി. പക്ഷേ അതൊരിക്കലും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല എന്തോ ഒരു കാരണത്താൽ. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി നിയമങ്ങളെല്ലാം പാലിച്ചു പോന്നു. എനിക്ക് ഒരു ഡേറ്റിന് വേണ്ടി ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കായിട്ടൊരു ഡേറ്റ് ഒന്നും കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ ഒരു ദിവസം ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ ഞാൻ മനസ്താപ്രകരണവും വിശ്വാസ പ്രമാണവും ചൊല്ലിയപ്പം എനിക്ക് 12 എന്നൊരു നമ്പർ കിട്ടി. അപ്പോൾ അതൊരു മാർച്ച് മാസമാണ്. അപ്പോൾ ഞാൻ മാർച്ച് മാസത്തിൽ നോക്കിയപ്പോൾ 12-ാം തീയതി എക്സാം ഒന്നും നടക്കുന്നില്ല. പക്ഷേ എനിക്ക് ആ മാസം തന്നെ എക്സാം എഴുതണമെന്ന് എനിക്ക് തോന്നിയിട്ട് ചിലപ്പോൾ അത് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടായിരിക്കും ആ 12-ാം തീയതി എനിക്ക് കിട്ടിയത് എന്ന് കരുതി ഞാൻ 12-ാം തീയതി എക്സാം ഇല്ലായിരുന്നു. എന്നിട്ട് അടുത്ത ഡേറ്റായ 15-ാം തീയതിയിലേക്ക് എക്സാം എടുത്തു, ഡേറ്റ് എല്ലാം ബുക്ക് ചെയ്തു. അങ്ങനെ ആ എക്സാമിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഞാനൊരു സ്വപ്നം കാണുവാണ്. ഞാൻ നമ്മുടെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ ആകാശത്ത് തെളിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ ആ മാതാവിനെ വിളിച്ച് കാണിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതോടൊപ്പം തന്നെ ഞാൻ ഇത് കാണുകയാണ്, സങ്കീർത്തനം 51 ഇങ്ങനെ എഴുതി വന്നു. എനിക്ക് അന്നേരം പെട്ടെന്ന് അത് നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്കത് എന്നാന്ന് നോക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം എനിക്ക് എക്സാം ഉണ്ട്. ഞാൻ രാവിലെ ചാടി എണീറ്റ് ആദ്യം തന്നെ സങ്കീർത്തനം 51 നോക്കിയപ്പോൾ അത് ദൈവമേ എന്നോട് കരുണ ഉണ്ടാകണമേ എന്നുള്ള ഒരു ബൈബിൾ വാക്യങ്ങളാണ്. എന്നിട്ട് പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ എല്ലാം എഴുതി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. പോയപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ അനിയത്തിയുടെ ഒരു ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു. അത് മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പരീക്ഷയുടെ വെപ്രാളത്തിൽ നമ്മളെപ്പോഴും പാനിക്കാവുന്നത് പോലെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള റീഡിങ് തന്നെ ഞാൻ വളരെ ടെൻഷനോടുകൂടി അറ്റൻഡ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അപ്പോഴും റീഡിങ്ങിന് മാത്രം ഒരു 0.5 ഞാൻ ഫെയിലായി. ബാക്കി എല്ലാത്തിനും എനിക്ക് നല്ല സ്കോർ വീണ്ടും ലഭിച്ചു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. 9 പ്രാവശ്യം എക്സാം എഴുതി ഫെയിലായവർ ഒരു മക്കൾക്ക് വേണ്ടി എന്തോ അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഞാൻ എൻ്റെ അനിയത്തിമാരോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് 9 പ്രാവശ്യം എക്സാം എഴുതി, അപ്പോൾ എല്ലാം എൻ്റെ കാര്യമായിരിക്കും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനപ്പം നെക്സ്റ്റ് ഇപ്പം എൻ്റെ മനസ്സിന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി 12 എന്നുള്ള ഡേറ്റ് എനിക്ക് വേണ്ടി മാതാവ് കാണിച്ചു തന്ന ഡേറ്റ് ആണെന്ന്. അങ്ങനെ നെക്സ്റ്റ് മന്ത് ഏപ്രിൽ 12 ഞാൻ വീണ്ടും IELTS എക്സാമിന് ഡേറ്റ് എടുത്തു. അതോടൊപ്പം ഞാൻ ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ചില കുട്ടികൾ പറയുന്നത് അവർ ഈ പഠിക്കുന്നതിലുപരിയായി ബൈബിള് വായിക്കും, വചനങ്ങൾ ഷെയർ ചെയ്യും, ആളുകളോട് നമ്മുടെ മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയും എന്നൊക്കെ. അപ്പം ഞാനും ഓർത്തു, ഞാനും ഒരുപാട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമല്ല പരീക്ഷയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സാമാന്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അപ്പം ഞാനൊരു തീരുമാനമെടുത്തു, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് റീഡിംഗ് ആണ്. എനിക്ക് എന്തുകൊണ്ടോ അത് കിട്ടുന്നില്ല, അത് എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഇംഗ്ലീഷ് ബൈബിൾ മേടിച്ചു. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് കുത്തിയിരുന്ന് വേറെ IELTSൻ്റെ ടോപ്പിക്കുകളൊന്നും വായിക്കാനുള്ള ക്ഷമയോ ഒന്നുമില്ല, അതിന് പകരം ഞാൻ ഈ ബൈബിള് വായിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ബൈബിള് നിരന്തരം, ഇംഗ്ലീഷ് എനിക്ക് ഇച്ചിരി കട്ടിയാണ് നമ്മൾ വായിച്ച് പരിചയമില്ലാത്തവർക്ക്, എങ്കിലും ഞാൻ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 12-ാം തീയതി ആയി. 12-ാം തീയതി ഞാൻ പരീക്ഷയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോൾ എനിക്കൊരു വചനം കിട്ടി. ഫോർ യു ഷാൾ നോട്ട് ഗോ ഔട്ട് ഇൻ ഹേസ്റ്റ് ആൻഡ് യു ഷാൾ നോട്ട് ഗോ ഇൻ ഫ്ലൈറ്റ്, ഫോർ ദ ലോർഡ് വിൽ ഗോ ബിഫോർ യു ആൻഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ വിൽ ബി യുവർ റിയർ ഗോഡ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിടക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഇത് ഏശയ്യ 52:12 അപ്പം ഈ പരീക്ഷയ്ക്കിടയിൽ എനിക്ക് പെട്ടെന്ന് റീഡിങ്ങിൻ്റെ ഭാഗം എത്തി. എപ്പോഴത്തെയും പോലെ എനിക്ക് വെപ്രാളം തുടങ്ങി. എങ്ങനെയെങ്കിലും ഈ 1 മണിക്കൂറിനുള്ളിൽ ഈ 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, മൊത്തം വായിച്ച് തീർക്കണമെന്നുള്ള വെപ്രാളം അപ്പോഴെനിക്ക് വന്നു. പെട്ടെന്ന് ഈ വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ഇത്രയും ഈ 9 പ്രാവശ്യം ഞാൻ ഈ വെപ്രാളം പിടിച്ചിട്ട് എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. എൻ്റെ മനസ്സ് ഞാൻ വളരെ ശാന്തമാക്കി. ഞാൻ പയ്യെ അവിടെ ഇരുന്ന് വായിക്കാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്ന് ആൻസറുകൾ കിട്ടാൻ തുടങ്ങി. ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഞാൻ അതെല്ലാം അറ്റൻഡ് ചെയ്തു. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ ആ 40 ക്വസ്റ്റ്യനും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. ഞാൻ അത് എൻ്റെ 10ാമത്തെ IELTS എക്സാം ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് 10ഉം ഈ റീഡിങ്ങിൻ്റെ 40 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 12 എന്നൊരു നമ്പർ ഡേറ്റ് അത് കിട്ടിയിരുന്നു എന്ന്. ഞാൻ അവിടെ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഞാനാണ് 2ാമത് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ചെന്നത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവരവിടെ മേടിച്ച് വെക്കുന്ന ഒരു പതിവുണ്ട്. അവരുടെ കയ്യിൽ 1 തൊട്ട് ഒരു 30 വരെയെങ്കിലും ഒരു നമ്പർ ഉണ്ടാകും. പക്ഷെ ഞാൻ കയറി ചെന്നപടി ഇവർ 12 എന്ന് പറയുന്ന നമ്പർ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോൾ എനിക്ക് പൂർണ്ണമായും ബോധ്യമായി, ഇത് മാതാവ് എനിക്ക് എൻ്റെ കൂടെയുണ്ട്, നീ ധൈര്യമായിട്ടിരുന്നോ എഴുതിക്കോ എന്നുള്ളതാണ് മാതാവ് കാണിച്ചു തരുന്നതെന്ന്. അങ്ങനെ എനിക്ക് എക്സാം എഴുതി ഞാൻ സമാധാനത്തോടു കൂടിയാണ് വീട്ടിൽ പോയത്. എനിക്കൊരു ടെൻഷനും ഉണ്ടായില്ല. 14-ാം തീയതി എൻ്റെ റിസൾട്ട് വരും. ഇത് ഓൺലൈൻ എക്സാം ആയിരുന്നു, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. 3-ാം ദിവസം റിസൾട്ട് വരും. ഇത് റിസൾട്ട് വരുന്ന അന്ന് രാവിലെ ഞാൻ ന്യൂസിലാൻഡ് സമയം ഉച്ചയ്ക്ക് 12:30 ഇവിടെ ജോസഫ് അച്ഛൻ്റെ 5:30 ഞാൻ ധ്യാനം ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുവാണ്, പരീക്ഷയൊക്കെ എഴുതിയവരുണ്ട്, റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്, ചിലപ്പോൾ ഒരു 0.5-നൊക്കെ നിങ്ങൾ ഫെയിലായേക്കാം, പക്ഷേ വിഷമിക്കരുതെന്ന്. എനിക്ക് അപ്പം ഒരു ഇടുത്തി വെട്ടിയ പോലെയാണ് തോന്നിയത്. കാരണം ഞാനൊരു 0.5-ന് വേണ്ടിയാണ് ഈ 10ാമത് അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാനിനി എഴുതുകയില്ലെന്നും പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഓഫീസിൽ ഒരു മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ആ വിഷമം ഒന്നും അവിടെ കാണിക്കാനൊന്നും പറ്റുന്നില്ല. എൻ്റെ സ്റ്റാഫൊക്കെ ചുറ്റുമുണ്ട്. ഞാനപ്പം ഇങ്ങനെ പയ്യെ എൻ്റെ ഫോണിൽ ഈ ഡെയിലി ബ്രെഡ് കേട്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകെ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു, നിങ്ങളുടെ റിസൾട്ട് വന്നു. അങ്ങനെ ഞാൻ പെട്ടെന്നത് ഓപ്പണാക്കി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആ റീഡിങ്ങിന് എനിക്ക് വേണ്ടിയിരുന്ന 7 സ്കോർ തന്ന മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ചിന്തിച്ചേക്കാം, ഒരു ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാൾ വിചാരിച്ചേക്കാം, ഈ 10 പ്രാവശ്യം IELTS എഴുതിയാൽ ആർക്കാണ് ഒരു 7 സ്കോർ കിട്ടാത്തതെന്നും. അതിനും ദൈവം എനിക്ക് അവിടെ ഒരു അടയാളം കാണിച്ചു തന്നു. എല്ലാ പ്രാവശ്യവും എനിക്ക് 8 സ്കോർ കിട്ടിക്കൊണ്ടിരുന്ന ബാക്കി മൊഡ്യൂൾസിന് എനിക്ക് 6.5 കുറഞ്ഞു. എനിക്ക് കിട്ടാതിരുന്ന ഈ സ്കോർ മാത്രം മാതാവ് എനിക്ക് 7 നൽകി അനുഗ്രഹിച്ചു. എനിക്കപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്തിനാണ് എനിക്ക് OET എഴുതാൻ പറ്റാതിരുന്നതും എത്ര ശ്രമിച്ചിട്ടും അതിനൊരു ഡേറ്റ് കിട്ടാതിരുന്നതും അവിടെ മാതാവിനെ മഹത്വപ്പെടുത്താനാണ്. ഇത് എൻ്റെ കഴിവല്ല,
ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഉള്ളിൽ പറയുമായിരുന്നു, എനിക്കൊരു കഴിവില്ല കർത്താവേ, ഇത്രയും തവണ ഞാൻ തലകുത്തി നിന്നിട്ട് എന്നെക്കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല, ഇനി കർത്താവ് എന്നെ അനുഗ്രഹിക്കണം, മാതാവ് അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ എനിക്കിത് ലഭിക്കുകയുള്ളൂ, കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ എനിക്കിത് ലഭിക്കുകയില്ല എന്ന് ഞാനിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ആ എക്സാം പാസ്സായി. ഞാൻ ഈ IELTS എക്സാം എഴുതിയത് എനിക്കൊരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ നാട്ടിലെ നേഴ്സിംഗ് പഠിച്ചിട്ട് ഇവിടെ അധികം ജോലിയൊന്നും ചെയ്യാതെ പെട്ടെന്ന് ന്യൂസിലാൻഡിലേക്ക് പഠിക്കാൻ പോയി. അവിടെ എനിക്ക് ആ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി കിട്ടി തുടരുകയായിരുന്നു. അപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് നേഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കണമെന്നുള്ള ഒരു അതീവ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനെനിക്കുള്ള തടസ്സങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, എനിക്ക് IELTS പാസ്സാകണമായിരുന്നു, മറ്റൊന്ന് അവർ പറയുന്ന എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒറ്റ ബലത്തിൽ ഞാൻ നേഴ്സിംഗ് കൗൺസിലിനെ അപ്രോച്ച് ചെയ്ത് ഞാൻ പലതവണ 10 വർഷത്തിനുള്ളിൽ ഒരു 100 ഇമെയിലെങ്കിലും അവർക്ക് അയച്ചിട്ടുണ്ട്, എനിക്ക് ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമോ എന്ന്. അപ്പോഴൊക്കെ അവരുടെ മറുപടി, ഇല്ല, നിങ്ങൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി നേഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു. എങ്കിലും ഞാൻ പ്രതീക്ഷ കൈവിടാതെ ഈ വർഷം എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, എനിക്ക് എല്ലാം ഞാൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു കുറച്ച് കുറവേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല, നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുക, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ല റിജക്റ്റ് ചെയ്യും, അത് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എല്ലാം അപ്ലൈ ചെയ്തു. മെയ് മാസത്തിൽ അവർ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അവരെനിക്ക് നമ്മൾ ഇൻവിറ്റേഷന് പറയും, ഇൻവിറ്റേഷൻ ടു അപ്ലൈ ഫോർ നഴ്സിംഗ് രജിസ്ട്രേഷൻ, അങ്ങനെയാണ് വന്നത്. അങ്ങനെ വന്നു ഞാനതെല്ലാ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം അതിൽ ഒരു മെസ്സേജ് ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിങ് കുറച്ചും കൂടി ഈസി ആകുന്നു. അപ്പം ഞാനൊരു സർവീസിൽ, ഒരു മെൻ്റൽ ഹെൽത്ത് ഫെസിലിറ്റിയിൽ ഒരു സർവീസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ആ റോള് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് രജിസ്ട്രേഷൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എന്നോട് പലരും പറഞ്ഞത് പ്രകാരം ഞാൻ എൻ്റെ മാനേജർമാരെ അപ്രോച്ച് ചെയ്തു. അവരൊക്കെ ആദ്യം പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്നെല്ലാം പറഞ്ഞിരുന്നുവെങ്കിലും പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഒരു മീറ്റിങ്ങിന് വിളിച്ചു കൂട്ടി. അവരെന്നോട് ചോദിച്ചു, എന്താണ് ആവശ്യം? ഞാൻ പറഞ്ഞു, എനിക്കൊരു ലെറ്റർ എഴുതി തരണം, നിങ്ങൾ എനിക്ക് ജോലി തരാൻ ഓക്കെയാണ്. ഞാൻ അപ്പോഴും ഒരു ക്ലിനിക്കൽ റോള് കൈകാര്യം ചെയ്യുന്നു, പക്ഷേ എനിക്ക് രജിസ്ട്രേഷൻ ഇല്ലെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയമായപ്പോൾ അവർ പറഞ്ഞു, അർഷ, അത് പറ്റില്ല, അത് ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ല. അത് പോരാതെ ആ കൂട്ടത്തിലൊരു ക്ലിനിക്കൽ ലീഡുണ്ട്. ആ പുള്ളിക്കാരി ഒരു കാര്യം പറഞ്ഞു, മൈ ഹാൻഡ്സ് ഓൺ ഹാർട്ട്, ഞാൻ എന്നോട് പറയുവാണ്, നിനക്കിത് കിട്ടത്തില്ല. കാരണം ഞാൻ ഇതുപോലെ ഒത്തിരി കേസുകൾ കണ്ടിട്ടുണ്ട്. നീ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഒരു നേഴ്സിംഗ് ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ്. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, നിന്നെ വേണമെങ്കിൽ ഞങ്ങൾ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കാനല്ല, എനിക്ക് എൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്, ഞാനത് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മീറ്റിംഗ് അവർ പിരിച്ചുവിട്ടു. അങ്ങനെ അത് മെയ്യിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എന്നെ ഈ പ്രോസസ്സിങ്ങിന് സഹായിക്കുന്നൊരു ആൾ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ന്യൂസിലാൻഡിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അടുത്ത സ്റ്റെപ്പ് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ജൂലൈ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേ ജൂലൈയിലുണ്ട്, മാതാവ് എനിക്കൊരു പെട്ടെന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ ആയിരിക്കും തരുന്നതെന്ന് കരുതി. പക്ഷേ ജൂലൈയിലൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഓഗസ്റ്റായി, സെപ്റ്റംബറായി, അവിടെയും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഒരു ദിവസം എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ഇമെയിൽ വന്ന് കിടക്കുവാണ്, നിങ്ങൾക്ക് ഞങ്ങൾ രജിസ്ട്രേഷൻ തരാൻ ഹാപ്പിയാണ്, നിങ്ങൾ അതിന് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ആദ്യം ചെയ്ത കാര്യം, എനിക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ എൻ്റെ സംഘത്ത് കൈവച്ച് പറയുന്നു എന്നാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞത്. അവർക്ക് തന്നെ ഞാനൊരു ഇമെയിൽ അയച്ചു, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എനിക്ക് ഇത് കിട്ടി എന്ന് പറഞ്ഞ് അയച്ചു. അപ്പോൾ അടുത്ത 2 പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു തിയറി എക്സാം, പ്രാക്ടിക്കൽ എക്സാം പാസ്സാകണം. അതിൽ തിയറി എക്സാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-14 വർഷമായി നേഴ്സിംഗ് ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്ന എനിക്ക് പെട്ടെന്നൊരു എക്സാം പാസ്സാകുക വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയും എൻ്റെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ഞാൻ പോയി. ആ എക്സാം ഹാളിൽ ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ഒരു കഴിവുമില്ല, ഇതൊന്നും ഇത്രയും വർഷം മുന്നേ പഠിച്ചൊന്ന് ഓർത്തെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ല, ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം വേണം. ഇത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരുന്നു. അത് എഴുതി എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് പാസ്സാകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. എനിക്ക് പല ക്വസ്റ്റ്യൻസ് പോലും മനസ്സിലാകുന്നില്ല. 108 ക്വസ്റ്റ്യനിൽ 102 ക്വസ്റ്റ്യനിൽ 80 നമ്മൾ പാസ്സാകണം. എന്തായാലും ഞാൻ എക്സാം എഴുതി അവിടുന്ന് തിരിച്ചു പോയി. എങ്കിലും എനിക്കങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല. ഞാനങ്ങ് പോയി. മാതാവാണല്ലോ എന്നെ IELTS പാസ്സാക്കിയത്, അവിടെ നിന്നാണല്ലോ എനിക്ക് ഇവിടെ എല്ലാം ഇതിനെല്ലാം തുടക്കം. അപ്പം മാതാവിനൊരു പദ്ധതി ഉണ്ടല്ലോ എന്ന രീതിയിൽ ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം റിസൾട്ട് വന്നു. ഞാനപ്പോൾ അത് പാസ്സായി. അപ്പം ഞാനത് ഓർത്ത്, ദൈവമേ, ഞാൻ ഒരു വക പഠിക്കാനോ എനിക്ക് എൻ്റെ ഉറങ്ങാനോ സാധിക്കാതെയാണ് ഞാൻ ആ പരീക്ഷയ്ക്ക് പോയത്. ഇനിയിപ്പോൾ എനിക്ക് മെയ് മാസത്തിൽ ഇതിൻ്റെ ഒരു വലിയ പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. അപ്പോഴും എനിക്കൊരു ടെൻഷനൊന്നും ഇല്ല ഇപ്പോൾ. കാരണം ഇത്രയൊക്കെ എന്നെ സഹായിച്ച മാതാവിന് അതുകൂടി നടത്തി തരുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്.
ഞങ്ങൾ ഇതിനിടയ്ക്ക് എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനോടൊരു കാര്യം പറഞ്ഞു, മാതാവേ എല്ലാവർക്കും മുല്ലപ്പൂ മണമൊക്കെയാണ് കിട്ടുന്നത്, എനിക്ക് മുല്ലപ്പൂ മണം വേണ്ട, എനിക്ക് റോസാപ്പൂ മണം മതി. കാരണം എനിക്ക് അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് റോസാപ്പൂവ്. അപ്പം ഞാൻ എനിക്ക് റോസാപ്പൂവും മാതാവും എന്തോ ഭയങ്കര ബന്ധമുള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പക്ഷേ ഞാനിപ്പം 1 വർഷത്തോളമൊക്കെ ആയിട്ട് എനിക്കൊരു മണവും വരുന്നില്ല, ഒരു സുഗന്ധാഭിഷേകവും കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓർത്ത്, മാതാവേ ഞാനന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ, എന്നാൽ ഇനി കുഴപ്പമില്ല, മുല്ലപ്പൂ മണമായാലും മതി എന്നുള്ള രീതിയിൽ നിന്നു. പെട്ടെന്നൊരു ദിവസം എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുമായിട്ട് ഇരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുണ്ട്, എൻ്റെ ന്യൂസിലാൻഡിലെ വീട്ടിലാണ്. പെട്ടെന്ന് വീട് മുഴുവൻ റോസാപ്പൂവിൻ്റെ സുഗന്ധം. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിനെ കൈവിട്ടിട്ടില്ല, എൻ്റെ കൂടെയുണ്ട്, അങ്ങനെ മനസ്സിലായി. അതേപോലെ ഇന്നിവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ മുതൽ എനിക്ക് നല്ല കുന്തിരിക്കത്തിൻ്റെ മണമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓർത്ത് ഇതൊരു ദേവാലയ പരിസരമല്ലേ. അത് ഞാൻ എൻ്റെ അനിയത്തിയോട് ചോദിച്ചു, നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പം പറഞ്ഞില്ല, അവൾക്കത് വരുന്നില്ല, അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്കൊരു രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നത് വഴി എനിക്ക് വിട്ടുമാറാതിരുന്ന ഒരു ടോൺസലിൻ്റെ ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാനതിൽ എഴുതാൻ അത് മറന്നു പോയതാണ്. പക്ഷേ ജീവിതത്തിൽ പല പ്രാവശ്യം ഞങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ചെറുതും വലുതുമായ രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു മെൻ്റൽ ഹെൽത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നമ്മുടെ സമയമാണ്. അവരോട് സംസാരിക്കാൻ ഒരാളാണ് അവർക്ക് വേണ്ടത്. ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. എനിക്ക് എത്ര ജോലി തിരക്കാണെങ്കിലും ഞാൻ ഒരു ക്ഷമയോടുകൂടി, കാരണം അവർ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിലുള്ളവരായതുകൊണ്ട് അവരെ കേട്ടിരിക്കാൻ എല്ലാവർക്കും ക്ഷമയുണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ഞായറാഴ്ച കുർബാനകളിൽ മുടക്കാറില്ല. ഞാൻ അവിടെ ന്യൂസിലാൻഡിൽ വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് കൃത്യമായി പോകാൻ പറ്റാറില്ലെങ്കിലും അവരൊരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ഞാൻ പോകാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ നമ്മളോട് പൈസ ആവശ്യം പറയുന്നവർക്ക് കൊടുക്കാറുണ്ട്. രോഗികൾക്ക് പൈസ കൊടുത്ത് അവരുടെ ചികിത്സയ്ക്ക് സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ എനിക്കൊരു മാനേജറുടെ പൊസിഷൻ തന്ന മാതാവ് എന്നെ ഉയർത്തിയതാണ്. എനിക്ക് ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ജോലി തന്നത്. എനിക്ക് പേടിയായിരുന്നു ആ ജോലിയിൽ. അപ്പം കർത്താവിന് എന്നെക്കുറിച്ച് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ജോലി അന്വേഷിച്ച് വരുന്നവർ, അത് ഏത് നാട്ടുകാരായിക്കോട്ടെ, അപ്പോൾ ചിലർക്ക് അതിൽ ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരെ പലയിടത്തു നിന്ന് റിജക്ഷൻ കെട്ടി വരുന്നവരാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ എങ്ങനെയാണ് അവിടെ ന്യൂസിലാൻഡിലെത്തിയപ്പോൾ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾ മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ അവർക്ക് ജോലി കൊടുക്കാറുണ്ട്, അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. അതുവഴി അവർക്ക് അവിടെ നിന്ന് പോകാനായിട്ട് അവർക്കൊരു വർക്ക് വിസ ആകട്ടെ, PR ആകട്ടെ, അതൊക്കെ കിട്ടി ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതം അവിടെ പടുത്തുയർത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും അവിടെ എനിക്ക് ഇവിടുത്തെ ഉടമ്പടി അഖണ്ഡ ജപമാലയിൽ വരണമെന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇതിനു വേണ്ടി സാക്ഷ്യം പറയാൻ നാട്ടിൽ വന്നവരാണ്. പക്ഷേ അതിന് ഞങ്ങൾക്ക് സാധിക്കാഞ്ഞത് കൊണ്ട് ഒക്ടോബർ 25-ാം തീയതി ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ന്യൂസിലാൻഡിൽ അവിടെ ഒരു മാതാവിൻ്റെ ഒരു മലയുണ്ട്. ആ മലയിൽ ഞങ്ങൾ രണ്ടുപേരും പോയി ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് രേഷ്മ, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ ആൾക്കാരെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിന്. ഞാൻ 2 വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു കാര്യം. പക്ഷേ ഇപ്പോൾ അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നു. ഞാനൊരു നേഴ്സാണ്. എല്ലാവരെ പോലെ എനിക്കും ഒരു യൂറോപ്യൻ കൺട്രി പോകണം, സെറ്റിൽഡ് ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അതിന് OET പഠിച്ചു, പാസ്സാകാൻ വേണ്ടി നോക്കി. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ച ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി. 3-4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാമെന്നാണ്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ലിസണിങ് എന്ന സ്കോർ കിട്ടിയില്ല. രണ്ടാമത് ഞാൻ എഴുതി, വീണ്ടും എനിക്ക് ബാക്കി 3-നും കിട്ടുന്നുണ്ട്, ലിസണിങ്ങിന് സ്കോർ കിട്ടുന്നില്ല. ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പോഴത്തേനും എന്നോടൊരു ഏജൻസിക്കാർ പറഞ്ഞു ന്യൂസിലാൻഡിന് പോകാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കൊടുക്കുന്നോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അതിന് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഏകദേശം ഒരു 8-9 മാസത്തെ പ്രോസസ്സിങ് ആയപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞു ഇപ്പോൾ അവിടെ വേക്കൻസി ഇല്ല, പക്ഷേ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഏകദേശം ഒരു 12-13 ലക്ഷം രൂപ മുടക്കി പോയി പിൻ നമ്പർ ക്യാപ് പ്രോഗ്രാം ചെയ്ത് തിരിച്ചു വരുവാണെങ്കിൽ അവർ വിളിച്ചാൽ നിങ്ങൾക്ക് പോകാമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എനിക്കൊരു ഉത്തരം കിട്ടിയില്ലെങ്കിലും ഞാൻ സങ്കടത്തോടുകൂടി വീട്ടിൽ പോയി വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോഴത്തേനും എനിക്ക് തന്നെ തോന്നി അത് വേണ്ട, ഇത്രയും ലക്ഷം മുടക്കി പോയിട്ട് ഞാൻ തിരിച്ചു വന്നാൽ ഞാൻ എന്നാ ചെയ്യും. ലാസ്റ്റ് ഞാൻ അത് ഉപേക്ഷിച്ചു. അപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ പുതിയ പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ OET പഠിപ്പിക്കാൻ കയറി. ഞാൻ റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഓക്കെയാണ്, ലിസണിങ് റീഡിങ് 1 വർഷമായിട്ട് എനിക്കറിയത്തില്ല. ലിസണിങ് ആണ് എനിക്ക് കിട്ടാത്തതും. അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും പറഞ്ഞു നീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതല്ലേ, ഇവിടെ വന്ന് പുതുക്കി
അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നീ വാ. അപ്പോൾ ഞാനിവിടെ വന്നു. എക്സാമിന് നെക്സ്റ്റ് ഒരു ഡേറ്റ് സെപ്റ്റംബർ 14 ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ തലയ്ക്ക് കൈവച്ചിട്ട് പറഞ്ഞു, പോയി രക്ഷപ്പെട് മക്കളെ എന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ സെപ്റ്റംബർ 14 എക്സാമിന് ഡേറ്റ് എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥന രാവിലെ വൈകിട്ട് മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്. പക്ഷേ ആത്മീയമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ബൈബിൾ വായിക്കാൻ ഇരിക്കുകയാണെന്ന് ചോദിച്ചാൽ ഇരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്കത് ഒത്തിരി മനസ്സിലായി. ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പം പലതിലും കണ്ടു ഉപ്പും കൊണ്ട് പോയിട്ട് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി കണ്ടു. അങ്ങനെ ഞാൻ അവിടെ ഉപ്പ് കൊണ്ടുപോകാൻ കേട്ടത്തില്ല. ഞാൻ എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഉപ്പും കൊണ്ട് പോയിട്ട് എൻ്റെ നഖത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പെടുത്ത് പരീക്ഷ പേപ്പറിലും ഇരിക്കുന്നിടത്തുമൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 14 എനിക്ക് എക്സാമാണ്. 2 ആഴ്ച എടുക്കും OETയുടെ റിസൾട്ട് വരാൻ. പക്ഷേ എനിക്ക് ഇവിടെ പിറ്റേ ആഴ്ച ഞാൻ ഇവിടെ വന്ന് പുതുക്കി എനിക്കന്ന് മാതാവിനെ കിട്ടി പ്രദക്ഷിണത്തിന് പോകാൻ വേണ്ടി. ഞാൻ അന്ന് ഒത്തിരി വിശ്വസിച്ചു. പിറ്റേ ചെന്ന് എൻ്റെ ഫോൺ നോക്കിയപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് OETക്ക് എല്ലാ മൊഡ്യൂളിനെക്കാട്ടി ലിസണിങ്ങിന് ഒത്തിരി മാർക്ക് കിട്ടി. ഞാൻ പാസ്സായി. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അപ്പോൾ പിന്നെയും ഞാൻ വിചാരിച്ചു ഇനിയെല്ലാം പെട്ടെന്ന് നടക്കും, എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ UK വേക്കൻസി ഇല്ല, ന്യൂസിലാൻഡിനില്ല, ഇനിയുള്ളത് അയർലൻഡിൽ കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇത് ചെയ്തു. സെപ്റ്റംബർ 25 ജപമാല റാലിയുണ്ട്. ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, ഒന്നെങ്കിൽ എനിക്ക് അതിനിപ്പുറം എൻ്റെ പേപ്പർ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ തൈലവും വെച്ച് ഉപ്പുവിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ആ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഇതുപോലത്തെ ഒരു പ്രദക്ഷിണ സമയത്ത് മാതാവിൻ്റെ ഒരു രൂപം വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് മേടിച്ച് വീട്ടിൽ പോയിട്ട് എൻ്റെ പാസ്പോർട്ട് ആ രൂപത്തിൻ്റെ അടിയിൽ ഇത്രയും നാളായിട്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് 2-3 ഡേറ്റും മാതാവിനോട് പ്രാർത്ഥിച്ച് കിട്ടി. ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഈ നവംബർ 30 എനിക്ക് അയർലൻഡിൽ പോകണം. ഡിസംബർ 12 അയർലൻഡിലേക്ക് എടുത്ത DLൻ്റെ എക്സ്പയർ ആവുകയാണ്. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ എന്തിനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാതാവ് ഒന്നും തരത്തില്ല. കാരണം ഞാനൊന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥന പേരിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനൊരു ജൂൺ മാസമായപ്പം ഞാൻ OET പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് 6 മണിക്ക് ക്ലാസ് ഉണ്ട് OETയുടെ. ഞാൻ അതെല്ലാം അങ്ങ് നിർത്തി. ഞാൻ 6:30 ആകുമ്പോൾ എല്ലാ ദിവസവും എൻ്റെ വീടിൻ്റെ അടുത്ത പള്ളിയിൽ മുടങ്ങാതെ ഞാൻ പോകാൻ തുടങ്ങി. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ പോയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ആ പള്ളിയിൽ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി. കുർബാന കൂടാതെ വീട്ടിൽ വന്നിട്ടായാലും ഇവിടുത്തെ ധ്യാനങ്ങളാണേലും സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി. വീട് മൊത്തം അതായി. എൻ്റെ കുഞ്ഞ് 2.5 വയസ്സുണ്ട്, അവൾക്കും അറിയാം ഈ പാട്ടും കൃപാസനത്തിലെ പാട്ടും ഇതും കേട്ട് എല്ലാവർക്കും ആ ഒരു ഇതിലായി. അങ്ങനെ ഞാൻ ഇരുന്ന സമയത്ത് ഓർക്കാപ്പുറത്ത് ഇനിയൊരു പ്രതീക്ഷയില്ല. കാരണം 3 മാസം എൻ്റെ മുമ്പിലുള്ളൂ. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഡേറ്റ് എഴുതിയിട്ട്, മാതാവേ ഒക്ടോബർ 12 എൻ്റെ ബർത്ത്ഡേ ആണ്, അതിനിപ്പുറം എനിക്കൊരു തീരുമാനം എന്താ, ഇല്ലെങ്കിൽ ഇത് എന്നിൽ നിന്ന് എടുത്ത് മാറ്റി. ഈ 2 വർഷമായിട്ട് ഞാൻ മടുത്തു, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ കേട്ടു, പേപ്പറിൽ ഡേറ്റ് എഴുതി അതിൽ ഉപ്പിട്ട് മടക്കി വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഇത് കേട്ടു. അങ്ങനെ ഞാനത് ചെയ്തു. ഞാൻ ഒക്ടോബർ 12 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഒക്ടോബർ 8 ഒരു ചേട്ടൻ എന്നെ അയർലൻഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, രേഷ്മ ഈവനിങ് 6:30 വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 1 അവറിനുള്ളിൽ ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പാസ്സായി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇനി 1.5 മാസം ഉള്ളൂ, ഈ 1.5 മാസത്തിനുള്ളിൽ ഞാൻ അയർലൻഡ് കയറി വരിക എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല രേഷ്മ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനപ്പോൾ ഈ മാതാവിൻ്റെ ഈ രൂപം ഇത് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതെൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാനത് ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, മാതാവ് ഞാൻ എന്നാ ചെയ്യണ്ടേ, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. ആ മാതാവിൻ്റെ രൂപം വെച്ച് അതിനോട് ചേർത്ത് ഫോണും വെച്ച് തൈലോ ഇരിക്കുന്നിടത്തും എൻ്റെ നെറ്റിയിലും ചേർത്തു ഉപ്പും ഞാൻ കഴിച്ചിട്ടിരുന്നു. പക്ഷെ അവരെന്തൊക്കെയോ എന്നോട് ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴും എന്താണെന്ന് എനിക്കറിയത്തില്ല. 10 പേര് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. ഒരു കൂട്ടുകാരി കൊച്ചും ഉണ്ടായിരുന്നു. പിറ്റേന്ന് ആ സെയിം ഈവനിങ് ആയപ്പോഴത്തേനും എന്നെ വിളിച്ചിട്ട് കിട്ടാണ്ട് ആ കൊച്ച് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ചേട്ടാ ചേച്ചിനെ ഒന്ന് വിളിക്കാൻ ചോദിച്ചു. ഹസ്ബൻഡ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് ഫോൺ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേനും പുള്ളി എന്നോട് പറഞ്ഞു, രേഷ്മ 10 പേര് അറ്റൻഡ് ചെയ്തപ്പോൾ രേഷ്മ ഒരു കൊച്ചും മാത്രമേ പാസ്സായിട്ടുള്ളൂ, സോ നമുക്ക് അടുത്ത പ്രൊസീജിയറിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഒരു 24 മണിക്കൂർ എടുത്തില്ല, എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. ചേട്ടൻ പറഞ്ഞു, നമുക്ക് ഇന്ന് തന്നെ ATPL വർക്ക് പെർമിറ്റിന് വെക്കണം. പക്ഷേ അത് പലർക്കും 40 ദിവസമുണ്ട്, ചിലർക്ക് 1 മാസം, അങ്ങനെ ഒത്തിരി നീളുന്നാന്ന് പുള്ളി തന്നെ എന്നോട് പറഞ്ഞു. എന്തായാലും നോക്കാം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്രത്തോളം എനിക്ക് ചെയ്തു തന്നെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടി എൻ്റെ മാതാവ് എനിക്ക് തരുമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും ബുധനായി വെള്ളിക്ക് ഞാൻ വെച്ചു. പിറ്റേന്ന് ഞായറാഴ്ച എൻ്റെ ബർത്ത്ഡേ 12 ആ വർക്ക് പെർമിറ്റും എനിക്ക് 4-ാം പൊക്കം കിട്ടി. ഒക്ടോബർ 12 എൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പുറം
3 ദിവസം കൊണ്ട് എൻ്റെ അയർലൻഡിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എല്ലാം തീർന്നു. പക്ഷേ ഒരൊറ്റൊരു കാര്യം, മാതാവ് കൂടെയുണ്ട്. ആ പാസ്പോർട്ട് അന്ന് മാതാവിൻ്റെ കയ്യിലിരിക്കുക. ഇവർ എന്നോട് വിസയ്ക്ക് പറഞ്ഞു, ഡൽഹി പോകാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാം. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഫ്ലൈറ്റിന് ഡൽഹി പോയി വെച്ചു. അവരെന്നോട് പറഞ്ഞു 23-ാം തീയതി ഒക്ടോബറിലാണ് ഞാൻ വെക്കുന്നത്. അവരെന്നോട് പറഞ്ഞു 20 ദിവസം മാക്സിമം, അത് കഴിഞ്ഞിട്ടേ കിട്ടത്തോളം എന്ന് പറഞ്ഞു. ഇന്ന് വെച്ച് നോക്കിയാലും 14 ദിവസം ആവുന്നേ ഉള്ളൂ വർക്കിംഗ് ഡേയ്സിൽ. അപ്പോഴും എനിക്ക് എക്സാം ഉണ്ട് 29-30 നവംബറിൽ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 18-ാം തീയതി നിങ്ങൾ കൺഫർമേഷൻ തരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് ഇന്നലെയായിരുന്നു. ഞാനപ്പം പറഞ്ഞു, ഞാൻ വിചാരിച്ചത് എല്ലാം റെഡിയായി പുതുക്കി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞു പോകണമെന്നായിരുന്നു. പക്ഷേ ഞാനപ്പോൾ എൻ്റെ പുതുക്കൽ നീണ്ടു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ വാ, നമുക്ക് വെള്ളിയാഴ്ച പോയി മാതാവിൻ്റെ അടുത്ത് പോയി പുതുക്കിയിട്ട് വരാം. അങ്ങനെ ഈ വെള്ളിയാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നു, പുതുക്കി. ഞാൻ അന്നിവിടെ പ്രാർത്ഥിച്ചു. മാതാവ് ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ എനിക്കൊരു മെയിൽ പറഞ്ഞു എൻ്റെ വിസ അപ്രൂവ്ഡ് ആയെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇറങ്ങി പോയ വഴിയിലൊക്കെ ഞാൻ ഫോണിൽ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അന്ന് ഞാൻ എഴുതി വെച്ച ഒരു ഡേറ്റാണ് നവംബർ 14 എൻ്റെ വിസയ്ക്ക് ഒരു തീരുമാനം വെക്കണമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ചയപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഇതുപോലെ വിസ അപ്രൂവ്ഡ് ആയെന്ന് മെയിൽ വന്നു. പക്ഷേ ഇന്ന് രാവിലെ വിസ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേനും ഇതിൽ ഞാൻ പറഞ്ഞ ആ ഡേറ്റ് 14-ാം തീയതി തന്നെയാണ് എൻ്റെ വിസ അവരടിച്ച് എനിക്ക് തന്നിരിക്കുന്നത്. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഞാൻ ഈ തിങ്കളാഴ്ച അയർലൻഡിന് പോവാണ് രാവിലെ. അത് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെ ഒറ്റ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയതിന് അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 ഞാൻ നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് എനിക്ക് മനസ്സിലായി, കാരണം മാതാവിന് എന്തൊക്കെയാണോ വേണ്ട അതെല്ലാം ചെയ്തു കൊടുക്കാതെ നമ്മുടെ ജീവിതം ഒന്നും ആകത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്, 3 ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. ഞായറാഴ്ചകൾ എൻ്റെ അമ്മ പൊതിച്ചോറുണ്ടാക്കി തരും. ഞാനും ഹസ്ബൻഡും കൂടി ഞായറാഴ്ചകളിൽ പോയി ആ പൊതിച്ചോറ് കോട്ടയം ടൗണിലുള്ള എല്ലായിടത്തും കൊടുക്കും. ഞങ്ങളുടെ പൊതിച്ചോറും നോക്കി അവിടെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയും, അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും, നമുക്ക് അവർക്ക് ചോറ് കൊണ്ടേ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാ ഞായറാഴ്ചയും പൊതിച്ചോറ് കൊണ്ടേ കൊടുക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് മേടിക്കുന്ന പത്രം ബസ് സ്റ്റാൻഡുകളിലും എല്ലായിടത്തും കൊണ്ട് നടന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. പോയി വണ്ടി നിർത്തിയിട്ടിട്ട് ഞാൻ എല്ലായിടത്തും കൊടുത്തിട്ട് തിരിച്ചു വരുന്നത്. എൻ്റെ കുഞ്ഞും എൻ്റെ പ്രാർത്ഥന കണ്ട് 2 വയസ്സുള്ള കുഞ്ഞാണ്. രാത്രി 9 മണിക്ക് തിരി കത്തിക്കാൻ നേരത്ത് ഞാനൊന്ന് മറന്നു പോയിട്ടുണ്ട്, എന്നെ ഒന്ന് വിളിക്കാം, മമ്മി വാ നമുക്ക് അമ്മ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കുരിശും വരച്ച് അവളും എൻ്റെ ഒപ്പം മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ കടക്കാറുള്ളൂ. ഈ ഒരു അവസരം അമ്മ മാതാവ് ഒരുക്കി തന്നതിനും തിരുക്കുമാർ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയാൻ മാതാവും ഈശോയും അനുഗ്രഹിച്ച നന്മയെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാനി മത്തായി. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു. ഞാൻ ഈ വർഷം ഫെബ്രുവരി 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനൊരു നേഴ്സാണ്. 7 വർഷമായിട്ട് എനിക്ക് ഗ്യാപ്പാണ്. ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഹസ്ബൻഡ് പുറത്ത് വർക്ക് ചെയ്യുന്നു, ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഹസ്ബൻഡിൻ്റെ പേരൻസ് മരിച്ചുപോയി. മക്കളുണ്ട് 2 പേര്. അവരെ നോക്കുവാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഞാനപ്പോൾ 2024 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. അത് ഞാനിങ്ങനെ മൊബൈൽ നോക്കുമ്പോൾ മൊബൈലിൽ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ വരുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എനിക്ക് മാതാവ് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്ന പോലെ ഇവിടെ വരണം, ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെ എന്തോ ഒരു ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു തന്നെ പോകണ്ട, ഞാനും വരാം, അപ്പോൾ ലീവിന് വരുമ്പോൾ ഞാനും കൂടെ വരാം, ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിന് 2025 ജാനുവരിയിലാണ് ലീവുള്ളത്. അങ്ങനെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ ഇങ്ങനെ ഇവിടെ വരണം എന്നുള്ളൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ആരോ പറയുന്നു, നീ നിൻ്റെ നിയോഗങ്ങൾ എഴുതിയിടാൻ പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറി ഞാൻ ഓപ്പൺ ചെയ്ത് ഒരു ഡേറ്റ് വന്നു. ആ ഡേറ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആ പേജിൽ എൻ്റെ 6 നിയോഗങ്ങൾ എഴുതി. ആദ്യത്തെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പുതുക്കുമ്പോഴും എല്ലാം എൻ്റെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നത് പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും പരിശുദ്ധ മാതാവിലും അടിയുറച്ച് വിശ്വസിക്കാനും വിശ്വാസത്തോടെ
ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. അതിനുശേഷം എൻ്റെ ഉള്ളൊരു നിയോഗം, ഞാൻ 7 വർഷം എനിക്ക് ഗ്യാപ്പുണ്ട്. അപ്പോൾ എനിക്ക് ജോലിക്ക് ഈ തന്നെ താമസിക്കുന്നതുകൊണ്ട് എനിക്കൊരു ജോലി വേണം, അതും എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എനിക്കൊരു ജോലി വേണം എന്നുള്ളൊരു വളരെ ഭയങ്കരമായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതും ഞാൻ ആ നിയോഗത്തിൽ വെച്ച് എഴുതി. അങ്ങനെ ഞാൻ 6 നിയോഗങ്ങൾ എഴുതി ആ ഡയറി എടുത്തു വെച്ചു. അത് ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ടേബിളിൽ വെച്ചു. എന്നും പ്രാർത്ഥിക്കുമ്പോൾ അത് കാണും ഞാൻ. അങ്ങനെ 2025 ഫെബ്രുവരിയിൽ ഞാനിവിടെ വന്നു, ഹസ്ബൻഡും ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്ത് ഞാൻ OET പോവാൻ വേണ്ടിയിട്ട് OET പോയി ജോയിൻ ചെയ്തു. OET ചെന്നപ്പോൾ അവിടെ അവർ കോച്ചിങ് സെൻറ്ററിൽ ചെന്നപ്പോൾ തന്നെ അവർ പറയുന്നു, ഇപ്പോൾ OET എഴുതിയിട്ട് കാര്യമില്ല, എല്ലാം നിങ്ങൾക്കറിയാം, ഇപ്പോൾ എല്ലായിടത്തും ക്ലോസ് ആയി വരുവാണ്, അപ്പോൾ OETയിൽ കാര്യമില്ലാന്ന് ഇങ്ങനെ പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മാതാവിനോട്, എന്താണ് എനിക്കൊരു വഴി നീ കാണിച്ചു തരണം, എന്താ ഞാൻ ചെയ്യേണ്ടതെന്നൊന്ന് നീ കാണിച്ചു തരണം എന്നെന്നും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം ഹസ്ബൻഡ് ഒരു ആഡ് കാണുകയാണ്, ഒമാൻ MOUൻ്റെ ഒരു ആഡ് കണ്ടു. 4 വർഷം എക്സ്പീരിയൻസ് എന്ന് മാത്രം അതിനകത്ത് കണ്ടോളൂ. ഹസ്ബൻഡ് എന്നോടൊന്നും ചോദിച്ചില്ല, ഒരു CV അയച്ചു. ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു CV അയച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അപ്പോൾ ഗ്യാപ്പ് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അവർ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെ നടക്കുന്നെല്ലാം സമയച്ചുരുക്കം എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നോട് എക്സാം എഴുതാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ MOUൻ്റെ ഒമാൻ്റെ എക്സാം എഴുതാൻ വന്നു. എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഹോൾ ടിക്കറ്റും കൊണ്ട് ഇവിടെ വന്ന് ഞാൻ മാതാവിനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. തിരിച്ചു പോയി എക്സാം എഴുതി. എക്സാമിന് എപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ തൈലവും വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ച് എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാമിന് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് ഡേറ്റ് അവർ ആദ്യം പറഞ്ഞു മെയ്യിൽ വരുമെന്ന് പറഞ്ഞു. ജൂൺ ആദ്യമായി, ജൂണിന് വന്നില്ല. ജൂൺ ഒരു പകുതിയായിട്ട് ഇൻ്റർവ്യൂവിന് ഡേറ്റ് വരുന്നില്ല. അപ്പം ഞാൻ ഇത്രയും വർഷം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഇൻ്റർവ്യൂ അടുത്ത് വരുമെന്നറിയുന്നതുകൊണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ മൊബൈലിലേക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ പേജ് വരുന്നത്. ആ പേജ് കണ്ടപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. പെട്ടെന്ന് ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. മാതാവേ, എൻ്റെ ഹസ്ബൻഡ് 1 ജൂലൈ 1 പോകും. ഹസ്ബൻഡ് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തരണേ എന്ന് പറഞ്ഞ് ഞാൻ ജൂൺ 15 ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. പിറ്റേ ദിവസം എനിക്ക് ഡേറ്റ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. 30/6, അതായത് ഹസ്ബൻഡ് പോണതിൻ്റെ തലേ ദിവസം മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് തന്നു. ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നു. ഞാൻ അങ്ങനെ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ പാസ്പോർട്ടെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലെ പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് ഒന്നേ പറഞ്ഞോളൂ, നീ എനിക്ക് തരുന്നതാണെങ്കിൽ മാത്രം, നീയാണിത് ഇവിടം വരെ എത്തിച്ചത്, എൻ്റെ മെറിറ്റിലല്ല നിൻ്റെ ഗ്രേസിൽ മാത്രമാണിത് കിട്ടുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 7 വർഷം ഗ്യാപ്പുള്ള എനിക്ക് ഇത് തരുന്നത് നീയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, എനിക്കൊരു അടയാളം നീ തരണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഞാൻ അറിയുന്നു ഒരു ഒമാനി ലേഡിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന്. ഞാൻ ചെന്നു. ഇൻ്റർവ്യൂവിന് കയറിയപ്പോൾ ഒരു പിങ്ക് കളറ് ഡ്രസ്സിട്ട് അവർ തട്ടമൊക്കെ ഇടുമ്പോൾ, പക്ഷെ മാതാവ് തലയിൽ ഇട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. മാതാവ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ ഭയങ്കര നല്ല രീതിയിൽ അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇൻ്റർവ്യൂ പാസ്സായില്ല എങ്കിൽ കുഴപ്പമില്ല, ഭയങ്കര ഹാപ്പിയായി ഞാൻ പുറത്തിറങ്ങി. ഞാൻ ഇൻ്റർവ്യൂവിനെ കുറിച്ചൊന്നും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നേയില്ല. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഹസ്ബൻഡ് പോയി. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി. അതും 3 പേരിൽ, ആദ്യത്തെ 3 പേരിൽ ഒരാളായി എന്നെ മാതാവ് അവിടെ ഉയർത്തി. കാരണം എൻ്റെ മെറിറ്റിലല്ല, മാതാവിൻ്റെ ഗ്രേസിലാണ് ഞാനത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. അന്ന് ജൂലൈ 2 ഡേറ്റ്. ഈ ജൂലൈ 2 എന്നോട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം ജൂലൈ 3 ജൂലൈ 3 എനിക്ക് വളരെ
വിലപ്പെട്ട ദിവസമാണ്, മാതാവ് എനിക്ക് തന്ന ദിവസമാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് 2024 ഞാനൊരു ഡേറ്റിൽ, ഒരു ഡയറിയിൽ ഒരു ഡേറ്റിൽ ഞാൻ എൻ്റെ നിയോഗങ്ങൾ എഴുതിയെന്ന് പറഞ്ഞില്ല, അത് അന്ന് ജൂലൈ 3 അത് ഞാൻ അന്ന് അറിഞ്ഞിരുന്നില്ല. ഈ 3 എനിക്ക് 12 മണിക്ക് ഞാൻ അന്ന് എഴുതിയ അതേ സമയത്ത് എനിക്ക് ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ തന്നു മാതാവ്. അതെൻ്റെ മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അന്ന് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ മെഡിക്കൽ എടുക്കാൻ ചെന്നു. മെഡിക്കലിന് ഫസ്റ്റ് ചെന്നപ്പോൾ എനിക്ക് അവിടെ മെഡിക്കൽ ഫിറ്റായില്ല, കാരണം ചെറിയ ചെസ്റ്റ് പാച്ചസ് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം തേച്ചു. റൈറ്റ് ചെസ്റ്റ് സൈഡിലാണ് പാച്ച് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ടു, മാതാവിന് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം തേച്ച് എന്നും പ്രാർത്ഥിച്ചു. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മെഡിക്കൽ എടുത്തു, ഫിറ്റായി. ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു. മെഡിക്കൽ വിസയ്ക്ക് വെച്ചിട്ട് 1 മാസമായി, 2 മാസമായി. ഈ മെഡിക്കലിനാണ് എക്സ്പയറി 2 മാസമുള്ളൂ. 2 മാസം കഴിഞ്ഞു, 2.5 മാസമായപ്പോൾ വീണ്ടും അവരെന്നോടുത്ത് വീണ്ടും റീമെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. റീമെഡിക്കൽ എടുത്തു, സബ്മിറ്റ് ചെയ്തു. വിസ വരുന്നില്ല. എല്ലാവർക്കും സബ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം വിസ വരുന്നു. വീണ്ടും എനിക്ക് 1.5 ആഴ്ചയായിട്ടും വിസ വരുന്നില്ല. ഞാനത് ഇവിടെ വന്നു, ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു പോയി. എനിക്ക് ഇന്നലെ വിസ വന്നു. ഒമാൻ MOUൻ്റെ വിസയാണ് വന്നിരിക്കുന്നത്. അപ്പം മാതാവ് എനിക്ക് തന്നത് വലിയ കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ കുടുംബത്തോടൊന്നിച്ച്, എൻ്റെ മക്കളെയോടൊന്നിച്ച് എനിക്ക് അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരുമിച്ച് നിന്ന് ഒരു ജോലി വേണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. മാതാവ് അതെനിക്ക് തന്നു. ഇത് ഫാമിലി വിസയുണ്ട്, മക്കളെ കൊണ്ടാവാം, ഹസ്ബൻഡിന് പോരാം, എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് എൻ്റെ ജോലി, എൻ്റെ കരിയറും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് മാതാവ് തന്നത്. അതെൻ്റെ മെറിറ്റിലല്ല, മാതാവിൻ്റെ ഗ്രേസിലും ഈശോയുടെ ഗ്രേസിലും മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഹസ്ബൻഡിന് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അവിടെ അറിയുന്ന ആൾക്കാർക്ക്, നമ്മുടെ അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഉള്ള പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ധനസഹായമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് അവർ ഓരോ ആൾക്കാർക്കുടെ പേര് പറയും, അതനുസരിച്ച് നമ്മൾക്ക് പറ്റാവുന്നത് ഓരോ മാസവും ചിലപ്പോൾ ആഴ്ചകളിൽ അങ്ങനെയൊക്കെ നമ്മൾ അതിലേക്ക് പൈസയായിട്ടൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ എല്ലാ ആഴ്ചയിലും ഞാൻ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ 5 പൊതി ചോറ് ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഞാൻ ഇവിടെ വരും. ഇവിടെ വന്ന് പത്രം മേടിച്ച് മെഡിക്കൽ കോളേജിൽ രോഗികളുടെ അടുത്ത് പോയി പറഞ്ഞ് എനിക്ക് കിട്ടിയ എൻ്റെ മാതാവ് തന്ന അനുഗ്രഹങ്ങളെ പറഞ്ഞ് അതെല്ലാം ഇവിടുത്തെ സാക്ഷ്യങ്ങളും പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും. അതുപോലെ ഞാൻ ഒരു അനാഥാലയത്തിൽ, ഒരു അമ്മച്ചിമാർ മാത്രമുള്ള ഒരു അനാഥാലയമാണ്, അവിടെ ഞാൻ പോയി ഇവിടെ നിന്നുള്ള ഉപ്പ്, അതുപോലെ ഇവിടുത്തെ കൊന്തയെല്ലാം മേടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് അവരോട് കൂടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതെല്ലാമാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. എല്ലാ ധ്യാനം എല്ലാം മുടങ്ങാതെ കൂടും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. എല്ലാ ദിവസവും കൊന്ത എത്തിക്കും. പിന്നെ ഈ ഉടമ്പടിക്ക് മുമ്പുണ്ടായ കാലവും ഉടമ്പടിക്ക് ശേഷം എന്നും ഞാൻ പറയും. കാരണം ഉടമ്പടിക്ക് മുമ്പ് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ പേരിനാണെന്ന് പറയും. ജസ്റ്റ് പള്ളിയിൽ പോവും, ഞായറാഴ്ച ചിലപ്പോൾ ഒക്കെ പോവും, ചിലപ്പോൾ ഒന്നും പോവില്ല, മക്കളുണ്ട് അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പോവാതിരിക്കുന്നതായിരുന്നു എൻ്റെ കൂടുതലും കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി പ്രത്യേകം എനിക്ക് സമയം കണ്ടെത്തുന്നു. കുർബാനയ്ക്ക് പോകാൻ സമയം കണ്ടെത്തുന്നു. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ച് കുർബാന കൊള്ളുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. അങ്ങനെ ഒരു ചിട്ടയായ ജീവിതത്തിലേക്ക് ആത്മീയമായി ചിട്ട വന്നു എന്ന് പറയാം. അതുപോലെ ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ഒരു കൂടെ ഒരാളുണ്ട്, തനിച്ചല്ല. എൻ്റെ കൂടെ അമ്മയും ഈശോയും ഉണ്ട്. എന്ത് പ്രതിസന്ധികളിലും എനിക്ക് മുന്നോട്ട് പോവാനായിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടെന്ന് പൂർണ്ണമായും വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതാണ് എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഏറ്റവും കൂടുതലുണ്ടായത്. പിന്നെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനുമുള്ള ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മാതാവിനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാബു കൊമ്പൻ ജോസ്. ഞാൻ തൃശ്ശൂർ നെല്ലിക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 18 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ
2023 ആഗസ്റ്റ് മാസം എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടാൻ ഇടയായി. അവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കമ്പനിയിലെ മാനേജറുമായി ഏകദേശം ഒരു 9 വർഷത്തോളം ഞങ്ങൾ രണ്ടുപേരും വഴക്കിലും പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. ആ ജോലി നഷ്ടപ്പെടുന്നതിൻ്റെ ഫെബ്രുവരി മാസത്തിൽ ഞാൻ തന്നെ മാനേജരോട് പറഞ്ഞിരുന്നു, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഞാൻ ജോലി ചെയ്ത് പോവുകയാണ്, റിസൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ലാതെ ജോലിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിടണമെന്ന് ഞാൻ തന്നെ അവരോട് അപേക്ഷിച്ചിരുന്നു. പിന്നീടുള്ള മാസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് മറന്നുപോയി. ഓഗസ്റ്റ് മാസത്തിൽ ഓണം കഴിഞ്ഞ ആ സന്ദർഭങ്ങളിൽ എന്നെ ജോലിയിൽ നിന്ന് പെട്ടെന്ന് പിരിച്ചുവിടുകയുണ്ടായി. അതിനുശേഷം ഞാൻ ആ ഒരു ദിവസങ്ങളിൽ വളരെയധികം മാനസികമായിട്ട് വിഷമതകൾ അനുഭവിച്ചിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും ഞാൻ ഇതുവരെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 1-2 ജോലികൾക്ക് ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഏകദേശം ഒരു ജോലി 100% ഉറപ്പായി എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സന്തോഷത്തിൽ അന്നത്തെ ദിവസം വൈകിട്ട് ഞാൻ ജിമ്മിലേക്ക് പോയി അവിടെ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന വേറൊരു വ്യക്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് നാളെ നീ ജോയിൻ ചെയ്യേണ്ട ജോലി വേറെ ഒരാൾ വന്ന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി എൻ്റെ എല്ലാ നാഡികളും തളർന്നു. പിന്നെ വേറെ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി വീട്ടിലേക്ക് വന്നിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഒരു പുതിയ ജോലി പെട്ടെന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു നിയോഗം വെച്ചിട്ടാണ് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ അന്ന് വൈകിട്ട് ഏതോ ഒരു കമ്പനിയിലേക്ക് ഞാൻ വെറുതെ CV അയക്കുകയുണ്ടായി. ആ കമ്പനി അന്ന് വൈകിട്ട് തന്നെ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെന്ന്. ഞാനത് ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഫേക്ക് ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും അന്ന് മുതൽ ഞാൻ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും ഡെയിലി ബ്രെഡും ഈ വചനങ്ങളെല്ലാം സീരിയസ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി. പിന്നീട് ഈ ഒരു നിയോഗം വെച്ചിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ജോലി ഒരു കാലത്തും നഷ്ടപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതിനുശേഷം 1-2 ദിവസങ്ങൾക്ക് ശേഷം ഈ കമ്പനിയിൽ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന പുതിയ ജോലിക്ക് ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. അതിനും പിന്നീട് കുറച്ച് ദിവസങ്ങൾ താമസമെടുത്തു. ആ ദിവസങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലുകൾ ഒരുവിധം ഉണർന്നിരിക്കുന്ന സമയങ്ങളിലും ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലും ഇയർഫോൺ വെച്ച് ആ സന്ദേശങ്ങൾ വളരെ ആഴത്തിൽ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അതിനോട് പൊതുവെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളോട് എനിക്കൊരു താല്പര്യമുണ്ടെങ്കിലും ഈ വചനങ്ങളിലൂടെ ജോസഫ് അച്ഛൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ആ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ പ്രസംഗങ്ങളിലൂടെ എനിക്ക് അതിലൊരു ആത്മവിശ്വാസവും ഒരു ദൈവിക തീക്ഷ്ണതയും ദൈവിക സ്നേഹവും വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ വേറൊരു ജോലി സ്ഥലത്ത് എനിക്ക് താത്കാലികമായിട്ട് ഒരു ജോലി കിട്ടി, വളരെ ശമ്പളം കുറവുന്ന ജോലിയിൽ. അതിന് 100 ദിവസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി കാത്തിരുന്നു. 96-ാമത്തെ ദിവസമായി. അവിടുന്ന് അതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. 97-ാമത്തെ ദിവസമായി, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. 100-ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ കമ്പനിയിൽ നിന്ന് മാറാൻ പറ്റില്ല ഒരിക്കലും. അങ്ങനെ 98-ാമത്തെ ദിവസം രാവിലെ അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ജോലി ശരിയായിട്ടുണ്ട്, പിറ്റേ ദിവസം തന്നെ വന്നിട്ട് ജോയിൻ ചെയ്യണമെന്ന്. ഞാൻ ആകെ വിഷമിച്ചു. കാരണം അവിടുത്തെ മാനേജറോട്, ഇപ്പോൾ താത്കാലികമായി ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ മാനേജറോട് ഞാൻ അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം 2 ദിവസം കൂടിയും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് ഉപവാസമൊക്കെ എടുത്തിട്ട് മാനേജറോട് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇന്നത്തോടു കൂടി എൻ്റെ ജോലി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. എല്ലാവരും പ്രതീക്ഷിച്ചു അവിടെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുമെന്ന്. ആളപ്പം എന്നോട് പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞു, വേറെ ഒന്നും സംസാരിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ ആ കമ്പനിക്ക് പോയി ജോയിൻ ചെയ്തു. ആ കമ്പനിയിൽ കയറി ആദ്യത്തെ ഒരു മാസമൊന്നും എന്താണ് ജോലി ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെപ്റ്റംബറിൽ വേറെ ജോലി നോക്കി പോകുമെന്നും അതിന് ഈ മാനേജർ പെണ്ണ് തന്നെ അതിനൊരു സാഹചര്യം ഒരുക്കി എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോഴാണ് ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ആ രീതി എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്നെ ടെർമിനേറ്റ് ചെയ്ത ആ ദിവസത്തെ കണക്കുകൂട്ടലനുസരിച്ചിട്ട് 15 കൊല്ലം കറക്റ്റ് തികയുന്ന ആ ഒരു ദിവസമായിരുന്നു എന്നെ ടെർമിനേറ്റ് ചെയ്തത്. അപ്പോൾ പുതിയ കമ്പനി അവരുടെ ബയോഡാറ്റയൊക്കെ എടുത്ത് നോക്കുമ്പോൾ 15 വർഷം വേണമെങ്കിൽ 14 വർഷവും 8 മാസമാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. എന്നെ കറക്റ്റായിട്ട് ആ ലേഡി മാനേജർ കറക്റ്റ് ആ ദിവസം വന്ന അതേ ദിവസം തന്നെ എനിക്ക് ടെർമിനേഷൻ തന്നു. അതുകൊണ്ട് നമ്മൾ ശത്രുവിനെ മിത്രമാക്കിയിട്ട് ഉപയോഗിക്കുന്ന ആ രീതിയിൽ തന്നെ അവരെനിക്കൊരു ഉപകാരമായിട്ട് മാറി. അതിനുശേഷം കുറച്ച് ദിവസങ്ങളോളം എന്നോട് ദിവസങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആ സമയത്ത് നമ്മളോട് ചെയ്തിരുന്ന പ്രതികാര നടപടികൾക്കൊക്കെ നമുക്ക് മാനസികമായിട്ട് വളരെ ദേഷ്യമുണ്ടായിരുന്നു അവരോട്. ഞാനതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, ഒരു വ്യക്തിയോട് ദേഷ്യം അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്ക് അവരോടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി വൈരാഗ്യം എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ നിന്ന് ദൈവകൃപയാൽ പൂർണ്ണമായിട്ടും പോയി. എനിക്ക് അവരോടൊരു ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ നമ്മൾക്ക് വേണ്ടി ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ പ്രാർത്ഥിച്ചിരുന്ന പോലത്തെ അതേ കമ്പനിയിൽ ഞാനൊരു 10-15 കൊല്ലമായി ഇതേ കമ്പനിയിൽ തന്നെ ജോലി കിട്ടണം, എങ്ങനെയാണ് കിട്ടുക എന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. യാദൃച്ഛികമായിട്ട് അവിടെ ജോലി കിട്ടി. ഞാൻ വിചാരിച്ചിരുന്ന അതേ പ്രൊഫൈൽ തന്നെ അതേ ജോലി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അതെനിക്ക് മനസ്സിലായി ഉൾക്കൊള്ളാൻ സാധിച്ചത് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷം പിന്നീട് പിന്നത്തെ വർഷം വന്ന ഒരു ഫെബ്രുവരി മാസത്തിൽ ഞാനിവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം ഉടമ്പടിയിലെ ബാക്കി എല്ലാ ദിവസവും തൈലം അപ്ലൈ ചെയ്യാറുണ്ട്, കാശുരൂപം കൊണ്ടുപോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇന്നും നമ്മുടെ അച്ഛൻ്റെ ഉടമ്പടി പുതുക്കലിൻ്റെ പ്രസംഗത്തിലൂടെ മനസ്സിലായത്, പലരും എന്നോട് പറയാറുണ്ട് എളിമപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഉന്നതിയിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ അവരോട് എപ്പോഴും തർക്കിക്കാറുണ്ട്, എളിമപ്പെടുന്ന പ്രവൃത്തി എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് നമുക്ക് എളിമ വരിക എന്നുള്ളത്. ഇന്ന് അച്ഛൻ്റെ ആ പ്രസംഗത്തിലും മുൻ വീഡിയോകളിലും അച്ഛനത് പറഞ്ഞിട്ടുണ്ട്. യേശു തൻ്റെ സ്റ്റാറ്റസ് താഴ്ത്തി എങ്ങനെയാണ് കൃപയ്ക്ക് അർഹരായിട്ട് തീരുക എന്നുള്ള കാര്യം അവിടെ അച്ഛൻ ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് ഞാൻ തന്നെ എന്തെങ്കിലും ഐഡിയ തന്നെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയയും ഒന്നും കത്താറില്ല, ഒന്നും മനസ്സിലാവാറില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവാറില്ല. അതേസമയം ഞാൻ അതെൻ്റെ ഈഗോ ഒക്കെ മാറ്റി ബാക്കിയുള്ള ആളുകളോട് അതിൽ ഡിസ്കഷനിൽ പെടുത്തി ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് കത്തിനേക്കാളും മുൻപ് എന്താണ് അതിന് പരിഹാരം ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ എനിക്ക് മനസ്സിലാവാറുണ്ട്. എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ അതിനുള്ള സൊല്യൂഷൻസൊക്കെ എനിക്ക് തെളിഞ്ഞു വരാറുണ്ട്. അതിനുശേഷം അപ്പോൾ എളിമപ്പെടുന്നതിൻ്റെ ആ പ്രാധാന്യം അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ എനിക്ക് വളരെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രത്യേകതയായിട്ടുള്ള കഴിഞ്ഞ ആഴ്ചയും അച്ഛനൊരു പ്രസംഗം നടത്തിയിരുന്നു. അതായത് എളിമപ്പെടുന്ന ഭാവങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ മാറ്റി പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും മമ്മിയെ ആശ്രയിക്കാറുണ്ടായിരുന്നു പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ ചമ്മലോട് കൂടിയിട്ട് തന്നെയാണ് പത്രം പള്ളികളിലും നമ്മുടെ കൂട്ടുകാർക്കും അയൽപക്കങ്ങളിലൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ ഇന്നത്തെ പ്രസംഗത്തിലൂടെ അത് മനസ്സിലായത്, നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് താഴ്ത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയുടെ മഹത്വത്തെക്കുറിച്ചിട്ടും ദൈവതുല്യനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കുർബാനകളിലൊക്കെ ചെല്ലുന്ന പോലെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ ആന്തരിക അർത്ഥം ഇന്നാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് ആ പുതുക്കൽ പ്രസംഗത്തിലൂടെ മനസ്സിലായത്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ പ്രസംഗങ്ങളും ഇവിടുത്തെ ശുശ്രൂഷകളും പ്രത്യേകിച്ച് സഹായിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോണ സമയത്ത് 6 മണി തൊട്ട് 7 മണി വരെ അച്ഛൻ്റെ 1-2 പ്രസംഗങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. കാര്യമായിട്ടുള്ള ആശയങ്ങൾ പറയുന്ന പ്രസംഗങ്ങളാണെങ്കിൽ അത് 3-4 പ്രാവശ്യം വീണ്ടും അത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളും രീതികളും
അച്ഛൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ നമുക്ക് ആഴത്തിൽ ഒരു അവബോധം നൽകും എന്നതിന് എനിക്ക് വളരെ ഉറപ്പാണ്. അതിന് ഞാൻ സാക്ഷ്യം പറയുന്നു. ഇതിനു വേണ്ടി എന്നെ സഹായിച്ച, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സഹായിച്ചതും, ഇനി ഈ ഉടമ്പടി എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഷനായിട്ടുള്ള കോൺട്രാക്ട്സ്, ഞാൻ ജോലി ചെയ്യണതും കോൺട്രാക്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ജോലി ചെയ്യണത്. അത് കാരണം കൊണ്ട് നമ്മൾ ഈ കോൺട്രാക്ട്സുകൾ അല്ലെങ്കിൽ കമ്പനികളുടെ ഉടമ്പടികൾ വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആ ഉടമ്പടിയുടെ ആഴങ്ങൾ, അർത്ഥങ്ങൾ മനസ്സിലാക്കി തരുന്ന രീതിയിൽ അത് വെളിപ്പെടുത്താനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും സാധിക്കണേ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നീട് അങ്ങോട്ട് ഞാൻ തീരുമാനിച്ചു, ഉടമ്പടി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഞാൻ ഉടമ്പടിയിൽ ഉറച്ച ഒരു ജീവിതം തന്നെ നയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു.